നമസ്കാരം. ഷെക്കേന ബിഗ് ഡിബേറ്റിലേക്ക് സ്വാഗതം. മുതലപ്പൊഴിയിൽ 80ഓളം മരണങ്ങൾ നടന്നു കഴിഞ്ഞു. 80ഓളം കുടുംബങ്ങൾ അനാഥമായി മാറി. ഇവരുടെ കണ്ണീരിന് ആരാണ് ഉത്തരം പറയുക? ജീവിതത്തിന്റെ രണ്ട് അറ്റങ്ങളും കൂട്ടിമുട്ടിക്കാൻ പാടുപെടുന്ന സാധാരണക്കാരായ ജനങ്ങളെ ഭീതിയുടെ മരണത്തിന്റെ പടുകുഴിയിലേക്ക് തള്ളിയിടുന്നത് ആരാണ്? നിർമ്മിച്ചപ്പോൾ മുതൽ നിർമ്മാണം അശാസ്ത്രീയമാണ് എന്ന് സ്വന്തം ജീവൻ പണയം വെച്ച് വിളിച്ചു പറയുന്ന ജനങ്ങളെ നിരന്തരമായി ഇവിടുത്തെ സർക്കാർ സംവിധാനങ്ങൾ അവഗണിക്കുകയും മരണത്തിലേക്ക് തള്ളിയിടുകയും ചെയ്യുമ്പോൾ ആർക്കാണ് നിശബ്ദമായി ഇരിക്കാൻ കഴിയുക? മനസാക്ഷിയുള്ള ഒരു മനുഷ്യനും അവരെ കേൾക്കാതെ ഇരിക്കാനാവില്ല. അവർക്ക് വേണ്ടി ശബ്ദം ഉയർത്താതിരിക്കാൻ കഴിയില്ല. ഉത്തരവാദിത്തപ്പെട്ടവരുടെ ഉദാസീനതയ്ക്കും ധാർഷ്ട്യത്തിനുമിടയിൽ ഒരുപാട് ജീവിതങ്ങൾ ഞെരിഞ്ഞ് അമരുമ്പോൾ ഈ മരണതീരത്തിന് എന്നാണ് അവസാനം ഉണ്ടാവുക? ഒരാളുടെ ജീവൻ കൂടി വിഴിഞ്ഞത്ത് അവസാനിക്കുമ്പോൾ വീണ്ടും ഷെക്കേന ന്യൂസ് ഈ വിഷയം ചർച്ചയ്ക്ക് എടുക്കുകയാണ്. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കുചേരുന്നത് KRLCC സെക്രട്ടറി പാട്രിക് മൈക്കിൾ, സാമൂഹ്യ നിരീക്ഷകൻ ജോയ് ചിറ്റിലപ്പള്ളി, TMF ഡയറക്ടർ ഫാദർ ലൂസിയാൻ, രാജു തോമസ്, KLCA പുതുക്കുറിച്ചി ഫൊറോന. എല്ലാവർക്കും ഡിബേറ്റിലേക്ക് സ്വാഗതം. ഫാദർ ലൂസിയാൻ, നമുക്കറിയാവുന്നതുപോലെ ഒരുപാട് കാലങ്ങളായി ഈ ഹാർബർ ഉണ്ടാക്കിയ കാലം മുതൽ ഇതുപോലുള്ള അപകടങ്ങൾ സംഭവിക്കുന്നു. 80ഓളം മരണങ്ങൾ അവിടെ സംഭവിച്ചു എന്ന് അനൗദ്യോഗിക റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു. എപ്പോഴും മുതലപ്പൊഴിയിൽ ഒരു അപകടം എന്നുള്ളത് ഏകദേശം എല്ലാ ദിവസങ്ങളിലും തന്നെ ഒരു വാർത്തയായിരിക്കുന്ന ഒരു സമയമാണിത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു സർക്കാരിന്റെ അവഗണന ഇതിൻ്റെ ഉള്ളിൽ എത്രത്തോളം ഉണ്ട് എന്നൊന്ന് പറയാമോ? സർക്കാരിന്റെ അവഗണന എന്നുള്ളത് വളരെ എക്സ്പ്ലിസിറ്റ് ആണ്. ആർക്കും മറച്ചു വയ്ക്കാനൊന്നും പറ്റത്തില്ല. കാരണം ഇത് ആരംഭിച്ചത് മുതല് മരണങ്ങളുടെ നിരയാണ് അവിടെ കാണാൻ സാധിക്കും. ഒന്ന്, അതിലെ ഡിഫക്റ്റ് അശാസ്ത്രീയം എന്ന് പറയാൻ കാരണം, ഒന്ന് അതിന്റെ മുഖദ്വാരം, അത് എൻട്രി വളരെ ചെറുതാണ്. ഒരു വശത്ത് മണൽ കയറി കിടക്കുന്നു, മറുവശത്ത് ചെറിയ ആഴമുള്ള സ്ഥലമാണ്. അപ്പൊ ഈ വള്ളം ഓടി വരുമ്പോൾ അവിടെ സംഭവിക്കുന്നത്, ഈ ചെറിയ സ്ഥലത്തൂടി കയറി വരുമ്പോൾ അടുത്ത ഒരു ചെറിയ തിരമാല വന്നാൽ പോലും വള്ളം ഈ കല്ലിൽ ചേർത്തടിക്കും. അങ്ങനെയാണ് ഈ അപകടം സംഭവിക്കുന്നത്. ഇതിന് പല വർഷമായിട്ട് നമ്മൾ ശബ്ദമുയർത്തിയും സമരമിരുന്നും 140 ദിവസം നീണ്ട സമരത്തില് 7ാമത്തെ നമ്മുടെ ആവശ്യം മുതലപ്പൊഴിയെ ശാസ്ത്രീയമായിട്ട് നിർമ്മിക്കുക എന്നുള്ളതായിരുന്നു. പക്ഷെ ഇതുവരെയും സർക്കാർ അതിന് ചെവി കൊള്ളുന്നില്ല. ഞാനും ഇടവക വികാരിയായിട്ട് 5 തെങ്ങില് 3 വർഷം 2021 മുതൽ 2024 മെയ് വരെ ഉണ്ടായിരുന്നു. പല പ്രാവശ്യം നമ്മുടെ ബഹുമാനപ്പെട്ട ഫിഷറീസ് മിനിസ്റ്ററെ കാണുകയും ഇതിന്റെ കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും അദാനി ഗ്രൂപ്പുമായിട്ട് കരാറുണ്ടാക്കി എന്നോട് ചർച്ച ചെയ്ത് ഞാൻ പറയുന്ന സമയത്ത് ഡ്രഡ്ജ് ചെയ്യണമെന്നായിരുന്നു മിനിസ്റ്ററിന്റെ ഒരു പ്രപ്പോസൽ അദാനി ഗ്രൂപ്പിന് കൊടുത്തത്. എന്നാൽ അത് ടോട്ടലായിട്ട് അവർ അവഗണിച്ചു. കാരണം ഒരു മത്സ്യത്തൊഴിലാളിയുടെ മകനും മത്സ്യബന്ധനത്തിന് പോയിരുന്ന എനിക്ക് ഈ നീരൊഴുക്കിന്റെയും കടലിന്റെയും ഈ ഗുണം എന്താണെന്ന് എനിക്ക് കൃത്യമായിട്ട് അറിയാം. പക്ഷെ അത് നമ്മൾ എത്ര പറഞ്ഞു കൊടുത്താലും ഈ മുകളിൽ ഇരിക്കുന്നവർക്ക്, മന്ത്രിക്കോ ഉദ്യോഗസ്ഥന്മാർക്കോ ഇത് മനസ്സിലാകുന്നില്ല. അവർക്ക് ഒന്നല്ലെങ്കിൽ അവർ കടലിനെ കുറിച്ച് അറിയുന്നവരായിരിക്കണം, അല്ലെങ്കിൽ മറ്റുള്ളവരെ കുറിച്ച് മറ്റുള്ളവർ പറയുന്നതെ കുറിച്ച് ഗൗരവമായിട്ട് ചിന്തിക്കുന്നവരായിരിക്കണം. ഇത് രണ്ടുമില്ലെങ്കിൽ ഇവരൊക്കെ കസേരയിൽ ഇരുന്നിട്ടൊന്നും കാര്യമില്ല. കാരണം ജീവനാണ് പോകുന്നത്. പാവപ്പെട്ട മത്സ്യത്തൊഴിലാളിയുടെ ഒരു കുടുംബത്തില് അപ്പനോ സഹോദരനോ ആരെങ്കിലും ഒരാള് കടലില് ഈ കടൽക്ഷോഭം നോക്കാതെ അവർ കടലിൽ പോയിട്ട് കുടുംബത്തെ സംരക്ഷിക്കാനാണ്. അവർക്ക് ഉല്ലാസത്തിന് പോകാനല്ല, വിനോദയാത്രയിൽ പോകാനല്ല, കുടുംബത്തെ അനുദിനം പട്ടിണിയിൽ നിന്ന് രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ കടലും ഈ മഴയും കാറ്റും എല്ലാം കൊണ്ട് അവർ പോകുന്നത്. കടലിൽ വെച്ച് അപകടമില്ലല്ലോ, കടലിൽ വെച്ച് ഒരു അപകടവും സംഭവിക്കുന്നില്ലല്ലോ. ഈ മുഖദ്വാരത്തിൽ വെച്ചാണല്ലോ ഈ അപകടങ്ങൾ സംഭവിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സർക്കാർ എന്ത് ചെയ്യണം? മുഖദ്വാരത്തിൽ എന്ത് ഡിഫക്റ്റ് ഉണ്ടെന്ന് ആദ്യം ആരായണം. എല്ലാ ശാസ്ത്രജ്ഞന്മാരും ഉണ്ടല്ലോ, എല്ലാ എഞ്ചിനീയർമാരും ഉണ്ടല്ലോ. പക്ഷെ എന്തുകൊണ്ടാണ് ഇത്രയും കാലമായിട്ട് അശാസ്ത്രീയമായി നിർമ്മിച്ച
ഒരു ഈ ഫിഷിങ്ങിന് ഒരു ഈ അലിമുഖത്തിന് അവര് അതിന്റെ മുഖദ്വാരം വലുതാക്കാത്ത കാരണമെന്ത്? ഇത് ഇങ്ങനെ വിട്ട് അടച്ചിടുക എന്നുള്ളതാണോ? ഇടയ്ക്ക് മന്ത്രിയുമായിട്ടുള്ള ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു. ആ മീറ്റിംഗിൽ മന്ത്രി വളരെ 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 സ്പഷ്ടമായിട്ട് അദ്ദേഹം പറയുകയാണ്, 3 മാസത്തേക്ക് അല്ലെങ്കിൽ 2 മാസത്തേക്ക് ഇത് മുതലപ്പുഴ അടച്ചിടാനാണ് സർക്കാരിന്റെ തീരുമാനം. പിന്നെ എന്തിനാ മുതലപ്പുഴ ഉണ്ടാക്കണം? ഞങ്ങളുടെ ജനങ്ങള് സേഫായിട്ട്, സേഫർ സോൺ, അതാണ് ഹാർബർ. അത് മത്സ്യബന്ധനത്തിന് അവർ പോകാനുള്ള സമയമാണ്. ശ്രീ പാട്രിക് മൈക്കിൾ, നമുക്കറിയാം ഗവൺമെന്റിനോട് നമ്മൾ ഒരുപാട് കാലങ്ങളായിട്ട് ആവശ്യപ്പെടുന്നതാണ് ഇതുപോലുള്ള ഇവിടെ കൃത്യമായ ശാസ്ത്രീയമായ പഠനം നടത്തുക, അതിനനുസരിച്ച് കൃത്യമായി ഈ മരണങ്ങൾ എന്ന് വെച്ചാൽ മത്സ്യത്തൊഴിലാളികൾക്ക് വളരെ ഒരു ഭീഷണിയുമില്ലാത്ത രീതിയിൽ കടലിൽ പോകാനുള്ള അവസരം സൃഷ്ടിക്കുക എന്നുള്ള അടക്കമുള്ള ആവശ്യങ്ങൾ നിരന്തരമായി ഉയർത്തുന്നതാണ്. ഗവൺമെന്റിന് എന്തുകൊണ്ടാണ് ഇത്ര മടി? ഇവിടെ ഇത്ര കൃത്യമായ രീതിയിലുള്ള ഒരു സംവിധാനം ഒരുക്കാൻ എന്തുകൊണ്ടാണ് ഇത്ര മടി എന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? നമുക്ക് മനസ്സിലാകുന്നില്ല കൃത്യമായി എന്തുകൊണ്ടാണ് സർക്കാർ ഇതിൽ വിമുഖത കാണിക്കുന്നു എന്നുള്ളത് നമുക്ക് മനസ്സിലാകുന്നു. പ്രത്യേകിച്ചും മുതലപ്പുഴയുടെ കാര്യത്തിലായിരുന്നാലും മത്സ്യത്തൊഴിലാളികളുടെ കാര്യത്തിലായിരുന്നാലും സർക്കാർ എന്തുകൊണ്ട് മുഖം തിരിക്കുന്നു എന്നും നമുക്ക് മനസ്സിലാകാത്ത ഒന്ന് തന്നെയാണ്. ഈ മത്സ്യത്തൊഴിലാളികൾ ഇന്ത്യക്കാരല്ലേ? അവര് കഴിക്കുന്നത് ഭക്ഷണമല്ലേ? അവര് ശ്വസിക്കുന്നത് വായുവല്ലേ? അപ്പോൾ എന്തുകൊണ്ടാണ് ഇവർക്ക് മാത്രം നീതി നിഷേധിക്കപ്പെടുന്നു എന്ന് പറയുന്നത്? ഇവിടെ നടക്കുന്ന മരണങ്ങൾ അത് സാധാരണ മരണങ്ങളല്ല, അപകട മരണങ്ങളല്ല, കൊലപാതകങ്ങളാണ് എന്ന് പറയാനായിട്ട് ഞാൻ ഇവിടെ ആഗ്രഹിക്കുന്നു. കാരണം അപകടങ്ങൾ ഉണ്ടാവുമെന്ന് തുടരെ പറയുകയും അപകടങ്ങൾ ഉണ്ടായി തുടരെ മരണങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടും സർക്കാർ അതിനോട് ഒരു ശ്രദ്ധയും നൽകുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് സർക്കാർ നടത്തുന്ന കൊലപാതക പരമ്പരയാണ് എന്ന് ഞാനിവിടെ ആഗ്രഹിക്കുന്നു. സർക്കാർ കരുതിക്കൂട്ടി മത്സ്യത്തൊഴിലാളികളെ കൊല്ലുന്നു. സർക്കാർ കരുതിക്കൂട്ടി മത്സ്യത്തൊഴിലാളി കുടുംബങ്ങളെ അനാഥരാക്കും എന്ന് പറയാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾ വിഴിഞ്ഞം സമരത്തിൽ പോലും എടുത്തത് 7 വിഷയങ്ങൾ ഞങ്ങൾ പറഞ്ഞതിൽ അതിൽ ഒരു വിഷയം മുതലപ്പുഴയാണ്. വിഴിഞ്ഞം സമരം പോലും ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണ്? തീരദേശത്തെ പ്രശ്നങ്ങൾക്ക് ശാശ്വതമായ പരിഹാരം ഉണ്ടാവുന്നില്ല. അതല്ലെങ്കിൽ ആ വിഷയങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ സർക്കാർ ചെലുത്തുന്നില്ല. ആ വിഷയങ്ങളെ കൈകാര്യം ചെയ്യാൻ സർക്കാർ മടിക്കുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ കൊണ്ട് തന്നെയാണ് ഞങ്ങൾ പ്രക്ഷോഭവുമായി അല്ലെങ്കിൽ പ്രതിഷേധവുമായി ഞങ്ങൾക്ക് ഇറങ്ങേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടാവും. ഞങ്ങൾ എന്ത് കാര്യങ്ങൾ പറഞ്ഞ് സർക്കാരിന്റെ മുന്നിൽ ചെന്നിരുന്നാലും സർക്കാർ ഞങ്ങളെ ശത്രുക്കളെ പോലെ കാണുന്നു. അതല്ലെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഉണ്ടായിരുന്ന എന്താ പറയാം പിന്നെ ഒരു വിഭാഗം ജനങ്ങളെ മാറ്റി നിർത്തുന്ന ഒരു തരത്തിലുള്ള തൊട്ടുകൂടായ്മ, തീണ്ടൽ തുടങ്ങിയ ഒരു രീതിയിൽ മത്സ്യത്തൊഴിലാളികളോട് പെരുമാറുന്ന ആ ഒരു അവസ്ഥ. എത്ര കൊണ്ട് ഞങ്ങൾ കണ്ടില്ല എന്ന് നടിക്കും, എത്ര കൊണ്ട് ഞങ്ങൾ കേട്ടില്ല എന്ന് നടിക്കും. അപ്പോൾ ഇതെല്ലാം നടിച്ചുകൊണ്ട് സർക്കാർ മുന്നോട്ട് പോകുമ്പോൾ, അവിടെ മരണങ്ങൾ സംഭവിക്കുമ്പോൾ, കുടുംബങ്ങൾ അനാഥരാകുമ്പോൾ ഇതിന് എന്ത് പ്രതിവിധിയാണ് സർക്കാർ ചെയ്യുന്നത്? സർക്കാർ എന്ന് പറയുമ്പോൾ ആ രാജ്യത്തെ ജനങ്ങളുടെ സംരക്ഷിക്കുവാനായിട്ട്, അവർക്കുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പരിഹരിക്കുവാനായിട്ടാണ് മുന്നോട്ട് വരേണ്ടത്. അതല്ലാതെ അവരുടെ ഇഷ്ടത്തിന് മാത്രം ജീവിക്കുന്ന അല്ലെങ്കിൽ അവരുടെ മാത്രം കാര്യങ്ങൾ ചെയ്യുന്ന ഒരു ഭൂരിപക്ഷത്തിന് വേണ്ടി മാത്രം നിൽക്കുന്ന ന്യൂനപക്ഷങ്ങളായ മത്സ്യത്തൊഴിലാളികളുടെ പ്രശ്നങ്ങൾ കാണാതെ പോകുന്ന രീതിയിലാണ് അവർ മുന്നോട്ട് പോകുന്നതെങ്കിൽ ഞങ്ങൾ വേറെ രീതിയിലൊക്കെ പെരുമാറേണ്ടതായിട്ട് വരും, പ്രതിഷേധിക്കേണ്ടതായിട്ട് വരും. പിന്നെ KLCയുടെ നേതൃത്വത്തിൽ സംസ്ഥാനമൊട്ടാകെയുള്ള KLC ഭാരവാഹികളും തിരുവനന്തപുരം രൂപതയിലെ ഭാരവാഹികളും ഒക്കെ ഞങ്ങൾ ഇന്ന് നിയമസഭയിലേക്ക് മാർച്ച് നടത്തി. ഇപ്പോൾ നിയമസഭ നടക്കുന്ന സമയമാണ്. നിയമസഭ നിർത്തിവെച്ചുകൊണ്ട് അടിയന്തരമായി ഇത് ചർച്ച ചെയ്യണം, ഇതിന് പരിഹാരം ഉണ്ടാക്കണം, ഇത് എന്താണ് സംഭവിക്കുന്നത് എന്ന് മനസ്സിലാക്കണം. ആന ചവിട്ടിക്കൊണ്ടിരുന്നാലും പുലി കടിച്ചിരുന്നാലും ഇനി മറ്റേതെങ്കിലും രീതിയിൽ വന്യമൃഗങ്ങളുടെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായാൽ പോലും സർക്കാർ ഇടപെടണം. അല്ല, ഈ നിയമസഭാ മാർച്ച് നടത്തിയത് കൊണ്ട് ഗവൺമെന്റ് എന്തെങ്കിലും നടപടി സ്വീകരിക്കും എന്ന് തോന്നുന്നുണ്ടോ? ഞങ്ങൾക്കിത് അവർ സ്വീകരിക്കേണ്ടതാണ്. കാരണം നമ്മളിത് അവരുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. ഞങ്ങളുടെ ഇതൊരു ആവശ്യമാണ്, ഒരു ജനത്തിന്റെ ആവശ്യമാണ്. ജനങ്ങൾ ഇത്രമാത്രം ബുദ്ധിമുട്ടുണ്ടാക്കുന്നു, ജനങ്ങൾ ഇത്രമാത്രം ക്ലേശത അനുഭവിക്കുന്നു, നഷ്ടങ്ങൾ അനുഭവിക്കുന്നു. ഇത് ഞങ്ങൾ അവരെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതാണ്. ആ ശ്രദ്ധയിൽപ്പെടുത്തുമ്പോൾ അവിടെ ഉണ്ടാവുന്ന 140 MLA-മാര്, മന്ത്രിമാരുൾപ്പെടെ
എല്ലാവരും പ്രതിപക്ഷത്തും ഭരണപക്ഷത്തും അല്ലാതെയൊക്കെയുള്ള ആളുകളും പൊതുപ്രവർത്തകരായിട്ടുള്ള ആളുകളൊക്കെ അതിനകത്ത് നിൽക്കുന്നുണ്ട്. അവരും ആ ഉദ്യോഗസ്ഥരും ഒക്കെ ഇത് കാണണ്ടേ, അതിനൊരു പരിഹാരം ഉണ്ടാക്കണ്ടേ. 2006 ഈ പൊടി ഉണ്ടായതിനു ശേഷം ഏകദേശം 78 മരണങ്ങൾ, 80ഓളം മരണങ്ങൾ ഇവിടെ സംഭവിച്ചു. അത് ഔദ്യോഗികമായ കണക്കല്ല. ഇത്ര നാളുകൊണ്ട് ഇത്ര മരണങ്ങൾ സംഭവിച്ചു എന്ന് അവരുടെ ഒരിക്കലും കണക്കുകളൊന്നുമില്ല എന്നുള്ളതാണ് നമുക്ക് അറിയുന്നത്. അപ്പോൾ അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ, ആ മരണങ്ങൾ, അതല്ലെങ്കിൽ അവിടെ ഉണ്ടാകുന്ന നഷ്ടങ്ങൾ, ഞങ്ങൾക്കവിടെ ഞങ്ങളുടെ ജീവനുകൾ നഷ്ടമാകുന്നു, കുടുംബങ്ങൾ അനാഥരാകുന്നു, ഞങ്ങളുടെ യാനങ്ങൾ നഷ്ടം സംഭവിക്കുന്നു, ഞങ്ങളുടെ വലകൾ നഷ്ടപ്പെടുന്നു. ഇതിനൊക്കെ ആരാ ഇത് ചെയ്യുന്നത്? ഈ മരണമടങ്ങിയവരുടെ വീടുകളിൽ ഇനിയും നഷ്ടപരിഹാരങ്ങൾ എത്തിയിട്ടില്ല, നഷ്ടഭാരം ഒന്നും തന്നെ നൽകിയിട്ടില്ല. സാധാരണ രീതിയിൽ ഒരാൾ മരിക്കുമ്പോൾ ലഭിക്കുന്ന ഇൻഷുറൻസ് തുക മാത്രമാണ് ഇതാക്കുന്നത്. ആ ഇൻഷുറൻസ് തുക സർക്കാരിന്റെ കയ്യിൽ നിന്നല്ല പോകുന്നത്, ഇൻഷുറൻസ് കമ്പനിയാണ് കൊടുക്കേണ്ടത്. അപ്പൊ അത്തരത്തിൽ വരുമ്പോൾ സർക്കാർ ഒരു ഇടപെടൽ നടത്തണം. സർക്കാർ ഇതിനെ ഒരു വലിയൊരു കാര്യമായി കാണണം. കണ്ടുകൊണ്ട് ആ കുടുംബങ്ങളെ ഏറ്റെടുക്കുവാനും അവിടെ ഇനി ഒരു മരണം ഉണ്ടാവാതിരിക്കാനുമുള്ള ശ്രമങ്ങൾ നടത്തണം എന്നാണ് നമുക്ക് പറയാനുള്ളത്. ഓക്കെ ഫാദർ, നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഗവൺമെന്റ് പലപ്പോഴും മത്സ്യത്തൊഴിലാളികളോട് മത്സ്യബന്ധനത്തിന് കാറ്റും കോളും ഉണ്ട് പോകണ്ട എന്ന് പറയുമ്പോൾ പോലും അതൊരു അതിജീവനത്തിന്റെ പ്രശ്നമാണ്. ഫാദർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫാദർ അത് തുടർന്നൊന്ന് പറയാമോ, അത് എങ്ങനെയാണ് എന്നുള്ളത്? അതായത് ഈ ജീവനെ നിലനിർത്താൻ വേണ്ടിയിട്ടാണ് ഈ ആളുകൾ ഇത്രയും കടലില് ബുദ്ധിമുട്ട് അനുഭവിച്ചു പോകുന്നത്. നേരിട്ടും ജീവിത അനുഭവവും നമുക്ക് ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ ഉണ്ടാകുന്നത് നമുക്ക് പുതിയ ഒരു പാഠമല്ല. യഥാർത്ഥത്തിൽ ഇത് കാലാകാലമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യം. പക്ഷെ ഈ സർക്കാരിന്റെ ഭാഗത്ത് തമിഴ്നാട് സർക്കാർ എടുക്കുക, തേങ്ങാപ്പട്ടണം നിരയമന്ത്ര ഹാർബറിൽ ഇതുപോലെ പ്രശ്നം ഉണ്ടായപ്പോൾ 200 കോടി രൂപ അവരിപ്പോ സാങ്ഷനാക്കി അതിന്റെ മുഖദ്വാരം വലുതാക്കുന്നുണ്ട് അവര്. പക്ഷെ മരണം സംഭവിച്ച ഉടനെ തന്നെ അവര് വേണ്ട നടപടികൾ കൃത്യമായിട്ട് എടുക്കുവാനും അതിനുള്ള പണം അലോട്ട് ചെയ്യാനും അവർക്ക് സാധിച്ച്. ഇപ്പൊ ഈ കേരള സർക്കാർ ചെന്ന് അവിടെ നോക്കട്ടെ പണി നടക്കുന്നുണ്ടോ ഇല്ലയോ എന്ന്. ഈ കേരളത്തിൽ മാത്രം മത്സ്യത്തൊഴിലാളികൾക്ക് ഞങ്ങൾ ഇത്രയേറെ കാര്യങ്ങൾ ചെയ്യുന്നു എന്ന് വീമ്പിളക്കുന്ന ഈ കേരള സർക്കാർ എന്തുകൊണ്ടാണ് കാലോചിതമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാത്തത്? അടിയന്തരമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ. നമ്മുടെ 3 മുസ്ലിം സഹോദരങ്ങൾ മരിച്ചപ്പോ ബോഡി കല്ലിന്റെ അടിയിലാണ് കിടക്കുന്നത്. 3-4 പേര് മരിച്ചവര് ബോഡി കല്ലിന്റെ അടിയിലാണ് കിടന്നത്. ആ സമയത്ത് ഞാൻ സ്പോട്ടിലുണ്ട്. ഹെലികോപ്റ്റർ അവർ വിട്ട് ബോഡി സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഫോൺ ചെയ്ത് DD എടുത്ത് പറഞ്ഞു, ഇപ്പൊ ഹെലികോപ്റ്റർ അല്ല വേണ്ടത്, നമുക്ക് ഡൈവേഴ്സ് ആണ് വേണ്ടത്. ഡൈവേഴ്സ് വന്നു. അവർക്ക് ഇറങ്ങാൻ പറ്റിയോ? ഇല്ല. അല്ലെങ്കിൽ സേഫ് അവിടെ പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ട്, അവരെന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുന്നോ? ഇല്ല. അവര് ഈ ലൈഫ് ഗാർഡൊക്കെ ഉണ്ട്, അവരെന്തെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. മരിച്ചതിന് ശേഷവും നമ്മുടെ ഈ മത്സ്യത്തൊഴിലാളികൾ തന്നെയാണ് കിടന്ന് ബോഡിയെ കണ്ടുപിടിക്കുന്നതും കൊണ്ട് ആശുപത്രി ഓടുന്നതും എല്ലാം. ഇത് പേരിന് പറയും ആംബുലൻസ് ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ടോട്ടലി നമ്മളൊന്ന് അനലൈസ് ചെയ്യുമ്പോൾ അവഗണിക്കപ്പെട്ട ഒരു സമൂഹമായിട്ട് തന്നെയാണ് ഈ കേരള സർക്കാർ ഇവരെ കാണുന്നത്. ഒന്ന് എനിക്ക് ചോദിക്കാനുള്ളത്, നമ്മുടെ ബഹുമാനപ്പെട്ട മന്ത്രി, ഫിഷറീസ് മന്ത്രിയെ 2021 ഓഗസ്റ്റ് മുതൽ പരിചയപ്പെട്ട് കാര്യങ്ങളൊക്കെ ബോധ്യപ്പെടുത്തി കൊടുത്ത് സംസാരിച്ചതാണ്. അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ ഈ മത്സ്യത്തൊഴിലാളികളോട് എന്തെങ്കിലും കൂറുണ്ടോ എന്നുള്ളത് എനിക്കിന്ന് ഡൗട്ടാണ്. എന്തെങ്കിലും സ്നേഹമുണ്ടോ? ഈ മത്സ്യത്തൊഴിലാളി ജീവനെ സംരക്ഷിക്കണം എന്ന് എന്തെങ്കിലും അദ്ദേഹത്തിന് ലക്ഷ്യമുണ്ടോ? ഈ നടന്നു കഴിഞ്ഞ മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നത്, അന്ന് സംസാരിച്ച് കഴിഞ്ഞിട്ട് പ്രത്യക്ഷത്തിൽ എന്തെങ്കിലും ഒരു പ്രവൃത്തി, ഒരു നിർമ്മാണ പ്രവൃത്തി അവിടെ നടന്നതായിട്ട് തോന്നുന്നുണ്ടോ, കണ്ടിട്ടുണ്ടോ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നും? നിർമ്മാണ പ്രവർത്തികളൊന്നും നടന്നിട്ടില്ല. അദാനിയുടെ ഭാഗത്ത് മണ്ണ് മാറ്റി കൊടുക്കുന്നു. കാരണം അദാനിക്ക് ഈ കല്ലെടുത്തിട്ട് പോകണമെങ്കിൽ ആ സൈഡ് ആഴമായിരിക്കണം, അത് മാത്രമേ അവർ ചെയ്യുന്നു. ഇപ്പൊ ഒരു JCB കൊണ്ടിട്ട് മണ്ണ് മാന്തി കൊണ്ടിരിക്കുകയാണ്. അത് ഒരു ഹാർബറിന്റെ അകത്ത് അത് ചെയ്യാത്ത കാര്യമാണ് കേരള സർക്കാരിന്റെ, ബുദ്ധി കൂടിയ സർക്കാരിന്റെ ഇത് നടക്കുന്നത്. കാരണം ഡ്രഡ്ജ് ചെയ്യാൻ അവർക്ക് പറ്റുന്നില്ല.
ഡ്രഡ്ജ് ചെയ്യാനുള്ള സമയവുമല്ല ഇത്. ഡ്രഡ്ജ് ചെയ്യേണ്ട സമയം മാർച്ച് ഏപ്രിൽ. അടിച്ചടിച്ച് ഞാൻ പറയുകയാണ്, ഒരു മത്സ്യത്തൊഴിലാളി എന്നുള്ള നിലയ്ക്കും മത്സ്യത്തൊഴിലാളി മോൻ എന്നുള്ള നിലയ്ക്കും ഇതുപോലെ ഹാർബറിന്റെ അടുത്ത് ജീവിക്കുന്നത് കൊണ്ടും പരിചയമുള്ളത് കൊണ്ടും പറയുന്നതാണ്. മാർച്ച് മാസം ഏപ്രിൽ മാസം കൊണ്ട് ഡ്രഡ്ജിങ് പൂർത്തിയാക്കണം. മെയ് മാസം എൻഡിൽ വരുന്ന ഈ പെയ്യുന്ന മഴയിൽ ഒഴുകി വരുന്ന ഈ മണ്ണുകളും അഴുക്കുകളും അല്ലെങ്കിൽ തൊഴികളും കടലിൽ ഈ കുഴിയിൽ വന്ന് പതിക്കും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ബോട്ട് നമുക്ക് അല്ലെങ്കിൽ വള്ളങ്ങൾ കൃത്യമായിട്ട് നമുക്ക് പോകാൻ സാധിക്കും. അല്ലാത്ത പക്ഷെ നേരത്തെ കിടക്കുന്ന മണ്ണിന്റെ മുകളിൽ ഇതും വന്ന് കൂടുമ്പോഴാണ് നമുക്ക് കര വയ്ക്കുന്നത്. അത് സർക്കാർ ഇതുവരെയും ചെയ്തിട്ടില്ല. സർക്കാരിന്റെ ഭാഗത്ത് ഒന്നും ചെയ്തിട്ടില്ല. ഓക്കെ ഫാദർ. ജോയിച്ചിട്ടില്ല പള്ളി, നമുക്ക് ഇതിന്റെ വ്യക്തമായിട്ട് മനസ്സിലാകുന്ന കാര്യങ്ങളാണ്. ഒരുപാട് കാര്യങ്ങളിൽ ഈ മുതലപ്പൊടിയിലെ ഈ ഒരുപാട് കാര്യങ്ങളിൽ സർക്കാരിന് വലിയ വീഴ്ചകൾ സംഭവിച്ചിട്ടുണ്ട്. ഇപ്പോൾ ലൈഫ് ഗാർഡുകളുടെ കാര്യത്തിലായാലും പലപ്പോഴും അവിടെ നിന്ന് വരുന്ന ആക്ഷേപങ്ങൾ എന്ന് പറയുന്നത് ആവശ്യത്തിന് എക്സ്പീരിയൻസ് ഇല്ലാത്ത മനുഷ്യരാണ്. ഇപ്പോൾ ഫാദർ പറഞ്ഞു അവിടെ ഹെലികോപ്റ്റർ അയച്ചു, ഡൈവേഴ്സിനെയാണ് വേണ്ടത്, അവിടെ ഹെലികോപ്റ്റർ അയച്ചു. ഇതുപോലെ നിരുത്തരവാദപരമായ ഒരുപാട് കാര്യങ്ങൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നും അവിടെ സംഭവിക്കുന്നുണ്ട്. ഈ 80 മരണത്തിനും നേരത്തെ ശ്രീ പാട്രിക് മൈക്കിൾ സൂചിപ്പിച്ചതുപോലെ ഒരു കൊലപാതകത്തിന്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്ന രീതിയിൽ നമുക്ക് പലപ്പോഴും ആക്ഷേപിക്കേണ്ട ഒരു അവസ്ഥ അവിടെ നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ താങ്കൾക്ക് എങ്ങനെയാണ് അത് തോന്നുന്നത്? ഞാൻ ആദ്യം തന്നെ ഇന്ന് മരണമടഞ്ഞ വ്യക്തിയുടെ കുടുംബത്തോടുള്ള ആദരം അർപ്പിക്കാം. കാരണം നമ്മുടെയൊക്കെ സഹോദരങ്ങള് ചതിയുടെ രാഷ്ട്രീയത്തിലാണ് ഇപ്പൊ ഇരയായിക്കൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ LDF UDF സർക്കാരുകളാണ് ഭരിച്ച് അവരുടെ ചതിയുടെ രാഷ്ട്രീയത്തിനിരയായ പാവപ്പെട്ട 25,000 പരം വരുന്ന മത്സ്യത്തൊഴിലാളികളുടെ കുടുംബങ്ങളെ യോഗ്യമാക്കിയ ഒരു സർക്കാരിനാണ് നമ്മളിപ്പോൾ സാക്ഷ്യം വഹിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും സർക്കാരിന്റെ ഈ വകുപ്പ് കൈകാര്യം ചെയ്യുന്ന മന്ത്രി, നേരത്തെ ബഹുമാനപ്പെട്ട അച്ഛൻ പറഞ്ഞതുപോലെ നിസ്സംഗ മനോഭാവമാണ് ശ്രീ ചെറിയാൻ ഈ വിഷയത്തിൽ പുലർത്തിയിട്ടുള്ളത്. ഇന്ന് രാവിലെ ഞാൻ വാർത്ത കേൾക്കുമ്പോൾ ഈ വാർത്ത കേട്ടിട്ടാണ് രാവിലെ ഞാൻ ഉണരുന്നത്. ബഹുമാനപ്പെട്ട VG യുജിൻ പെരേര അച്ഛൻ ഈ ചാനലുകളോട് സംസാരിക്കുമ്പോൾ അദ്ദേഹം യഥാർത്ഥത്തിൽ ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരത്തിലാണ്. കാരണം നമുക്കറിയാം അദ്ദേഹം ഈ വിഷയത്തിൽ നേരിട്ട് നടത്തിയിട്ടുള്ള ഇടപെടലുകൾ, അദ്ദേഹത്തെ പ്രതിയാക്കാൻ വേണ്ടി ശ്രമിച്ച സർക്കാരിന്റെ ഇടപെടലുകൾ, ഇതെല്ലാം നമ്മുടെ മുന്നിൽ സാക്ഷിയായിട്ട് നിൽക്കുമ്പോൾ ഈ സർക്കാർ ഇന്നും ഈ ജനതയെ വീണ്ടും വേട്ടയാടുകയാണ്. സർക്കാരിന്റെ ഉദ്ദേശം മുതലപ്പൊഴിയിൽ നിന്നും ഈ പറയുന്ന തീരദേശ ജനതയെ, പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹത്തെ പലായനം ചെയ്യിപ്പിക്കുക എന്നുള്ളതാണ്. അതിനു വേണ്ടിയിട്ടുള്ള തന്ത്രങ്ങളുടെ ഭാഗം മാത്രമാണ്. അവിടെ ഇനി ആർക്കെങ്കിലും ജീവിക്കാൻ സാധിക്കുമോ? കഴിഞ്ഞ 9 വർഷത്തിൽ 77 ലൈഫുകളാണ് നഷ്ടപ്പെട്ടിട്ടുള്ളത്. എത്ര പേർക്ക് അവിടെ അപകടം സംഭവിച്ചിരിക്കുന്നു? എത്ര അവിടെ ജീവനോപാധികളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്? എവിടെയാണ് നഷ്ടപരിഹാരം സർക്കാർ കൊടുത്തിരിക്കുന്നത്? നമുക്കറിയാം ഇവിടെ നിരവധി പ്രശ്നങ്ങളുണ്ടായി, പല സമുദായങ്ങളിൽപ്പെട്ട പ്രശ്നങ്ങളുണ്ടായി. ഇവിടെയെല്ലാം വിത്തിൻ ദിവസങ്ങൾക്കുള്ളിൽ ക്യാബിനറ്റ് കൂടി നഷ്ടപരിഹാരം പ്രഖ്യാപിക്കുമ്പോൾ ഇവിടെ മരിച്ച 77 കുടുംബാംഗങ്ങളുടെ നഷ്ടപരിഹാരത്തെ കുറിച്ച് വല്ല രേഖയുണ്ടോ? വല്ല നിലപാട് സർക്കാരിനുണ്ടോ? ഇല്ല, ഒരു നിലപാടുമില്ല. അപ്പോൾ ഈ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട, മൈനോറിറ്റിയിൽ തന്നെ പിന്നോക്ക വിഭാഗത്തിൽപ്പെട്ട ലത്തീൻ സമുദായത്തോട് തീർത്തും അവഗണനയാണ് സർക്കാരിന്റെ സമീപനം. ഒപ്പം അതിനുവേണ്ടി സപ്പോർട്ട് ചെയ്ത ലത്തീൻ അതിരൂപത, തിരുവനന്തപുരം ലത്തീൻ അതിരൂപതയെ എല്ലാ തരത്തിലും ബുദ്ധിമുട്ടിക്കാൻ സർക്കാർ ശ്രമിച്ചിട്ടുണ്ട്. അതിന്റെ കൂടി ഭാഗമാണ് VGക്കെതിരായിട്ടുള്ള കേസുകൾ. ആ സമരം എത്ര മനോഹരമായി, എത്ര സമാധാനപരമായി നടന്ന സമരത്തെ കരുതിക്കൂട്ടി വൈകാരികമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കി ആ സമരത്തെ അടിച്ചുവെട്ടാൻ ശ്രമിച്ചത് അബ്ദുറഹ്മാന്റെ നേതൃത്വത്തിലല്ലേ? അതിന്റെ പ്രതിഫലമായിട്ടല്ലേ ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് മുഖ്യമന്ത്രി പിണറായി വിജയനിൽ നിന്നും അബ്ദുറഹ്മാന് 2 ദിവസങ്ങൾക്കപ്പുറം കൊടുത്തത്? അപ്പൊ ഇതെല്ലാം ചതിയുടെ രാഷ്ട്രീയമാണ്. ആ ചതിയുടെ രാഷ്ട്രീയത്തിന് ഇന്നും ലത്തീൻ സമുദായം ഇരയാകുന്നു എന്നുള്ളത് വീണ്ടും ഇവിടെ തെളിയിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് പറയാനുള്ളത്, സർക്കാർ അടിയന്തരമായി ഈ വിഷയത്തിൽ ഇടപെടണം. 77 പേര് ഔദ്യോഗികമായ കണക്കിൽ പ്രകാരം 77 പേര് മരിച്ചിട്ടുണ്ടെങ്കിൽ അവർ കുടുംബത്തെ പുനരധിവസിക്കണം, അവർക്ക് നഷ്ടപരിഹാരം ആണ് എനിക്ക് ഈ അവസ്ഥയിൽ പറയാം. അല്ല, ശ്രീ ജോയിച്ചിട്ടിലപ്പള്ളി, മറ്റൊരു സത്യം കൂടി അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മൾ പറയുന്നത് പോലെ വിഴിഞ്ഞത്ത് സർക്കാർ സ്ഥലം കൊടുത്തു, പണം കൊടുത്തു, അദാനിക്ക് ഇതെല്ലാം സംവിധാനങ്ങൾ കൊടുത്തു. പലപ്പോഴും അന്ന് ഞാൻ ഓർക്കുന്നുണ്ട്, അന്ന് സമരം നടത്തിയപ്പോൾ പോലും ആ സമരകാലത്ത് പറഞ്ഞിരുന്നത് അദാനിക്ക്
ഹോട്ടൽ ഉണ്ടാക്കാനും മറ്റ് കാര്യങ്ങൾക്കും വേണ്ടി വിഴിഞ്ഞത്ത് സ്ഥലം 300 ഏക്കർ സ്ഥലം ഏറ്റെടുത്ത് കൊടുത്തു എന്നതടക്കമുള്ള ആരോപണങ്ങൾ അന്ന് നിലനിന്നിരുന്നു. പണമടക്കം കൊടുത്തിട്ട് 40 വർഷം കഴിയുമ്പോഴെങ്ങാണ്ടാണ് നമുക്ക് അതിൻ്റെ ഉള്ളിൽ നിന്ന് അല്പം പണമെങ്കിലും തിരികെ ലഭിക്കുന്നത്. അപ്പൊ അതുകൂടാതെയാണ് ആൻഡമാൻ നിക്കോബാറിൽ നമ്മൾ 41,000 കോടി മുടക്കിയാണ് 41,000 കോടി മുടക്കി ആൻഡമാനിൽ ഇപ്പോൾ പോർട്ട് വരാൻ പോവുകയാണ്. അതിന്റെ ഫസ്റ്റ് ഫേസ് എനിക്ക് തോന്നുന്നു 2028 കഴിയും. ഇതുപോലെ തന്നെ കൊച്ചിയിൽ ഇതുപോലെ തന്നെ എത്രയോ 4.25 മില്യൺ അത്രത്തിന്റെ എങ്ങാണ്ടാണ് അവരതിന്റെ കപ്പാസിറ്റി പറഞ്ഞിരുന്നത്. പക്ഷെ അതിന്റെ ഒരു അംശം പോലും അവിടെ നടക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെയല്ല. അതുപോലെ ട്രാൻസ്ഷിപ്മെന്റ് റൂട്ടിൽ നമുക്ക് ശ്രീലങ്കയിലാണ് നമ്മുടെ കൂടുതലും അവിടെ ചരക്ക് നീക്കം നടക്കുന്നത് ഇന്ത്യയുടെ. അപ്പോൾ ഇങ്ങനെയെല്ലാം ഉള്ളപ്പോൾ വിഴിഞ്ഞം തുറമുഖത്തിന് വേണ്ടി ഇത്രയും സ്ഥലം ഏറ്റെടുത്തു. അതുകൂടാതെ തന്നെ അതിന്റെ ഇമ്പാക്റ്റുകൾ ഇപ്പുറത്തെ തീരമേഖല മുഴുവൻ അനുഭവിക്കുന്നു. അപ്പോൾ ശരിക്കും താങ്കൾ പറഞ്ഞതുപോലെ ഒരു ഗൂഢാലോചനയുടെ ഭാഗം കൂടി നമുക്ക് അതിൻ്റെ ഉള്ളിൽ കാണാൻ കഴിയുമെന്ന് തോന്നുന്നു. തീർച്ചയായും. ഓക്കെ, തിരിച്ചു വരാം ശ്രീ ജോയ് ചിറ്റലപ്പള്ളി. ശ്രീ രാജു തോമസ്, ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെയുള്ള ജനങ്ങൾ ഇത്രയും കാലങ്ങൾ എന്ന് വെച്ചാൽ ഹാർബർ അവരുടെ ഒരു ആവശ്യമായിരുന്നു ഒരു കാലത്ത്, അത് അനുവദിച്ചു കിട്ടി. പക്ഷേ അശാസ്ത്രീയമായ ഇപ്പം ചെന്നൈയിലെ IIT-യുടെ നേതൃത്വത്തിൽ ഉണ്ടാക്കിയ ആ ഹാർബർ വളരെ അശാസ്ത്രീയമായിരുന്നു. ഒരുപാട് ജീവിതങ്ങൾ പൊലിയുന്നു. എത്രത്തോളം ബുദ്ധിമുട്ടാണ് അവിടുത്തെ നാട്ടുകാർ ഈ കാലം കൊണ്ട് അനുഭവിച്ചു തീർത്തത് എന്നൊന്ന് പറയാമോ? ആദ്യമായി തന്നെ ഷെക്കേന ന്യൂസിന്റെ അവതാരകനെ ഞാൻ അഭിനന്ദിക്കുന്നു. അങ്ങയുടെ അഭിമുഖത്തിൽ ആദ്യം പറഞ്ഞു വെച്ചു, ഈ ജനതയ്ക്കെതിരെ ആര് ശബ്ദിക്കുവാനുണ്ട്? ഇത്രയും വിഷയങ്ങൾ നടന്നപ്പോൾ, ഇത്രയും പ്രശ്നങ്ങൾ നടന്നപ്പോൾ സമരമുഖത്ത് ആയിരിക്കുന്ന ഈ ജനതയ്ക്കെതിരെ ഇനിയും ശബ്ദമുയർത്തുവാൻ ആരുണ്ടുവെന്ന് ഞാൻ ആദ്യമേ അടിവരയിട്ട് പറയട്ടെ. കേരളത്തിലെ ലത്തീൻ കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക പ്രസ്ഥാനമായ KLCA ഇന്നും മുന്നിൽ നിൽക്കുന്നു എന്നുള്ള സത്യം ഞാൻ അടിവരയിട്ടുകൊണ്ട് തന്നെ പറയുവാൻ ആഗ്രഹിക്കുന്നു. 2023 ജൂൺ 30 നമുക്കറിയാം, അതിന് മുന്നോടിയായി നടന്ന ഞാൻ പുതുക്കുറിച്ചി ഫെറോനയെ പ്രതിനിധീകരിക്കുന്ന ഒരു KLCയുടെ ഫെറോന പ്രസിഡന്റ് കൂടിയാണ്. അഞ്ചുതെങ്ങ് ഈ മുതലപ്പുഴയുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഏറ്റവും അടുത്ത് കിടക്കുന്ന ഒരു പ്രതിനിധി കൂടിയാണ് ഞാൻ. അവിടുത്തെ അശാസ്ത്രീയ എന്താണെന്ന് ഞാൻ വ്യക്തമായി പഠിച്ചറിഞ്ഞൊരു മനുഷ്യൻ കൂടിയാണ്. ഞങ്ങളുടെ മനുഷ്യജീവനുകൾ ഒത്തിരിയേറെ കുരുതി കൊടുത്തിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് ഈ മുതലപ്പുഴ എന്ന് പറയുന്നത്. അവിടെ ഈ ജൂൺ 24 നടക്കുന്ന 4 മരണങ്ങൾക്ക് ശേഷം തിരുവനന്തപുരം തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ശ്രീ മന്ത്രി ശിവൻകുട്ടിയും അതുപോലെ തന്നെ ഫിഷറീസ് മന്ത്രി ശ്രീ സജി ചെറിയാനും അതുപോലെ തന്നെ നമ്മുടെ ട്രാൻസ്പോർട്ട് വകുപ്പ് മന്ത്രിയായ ആന്റണി രാജുവും ഒപ്പം അതുമായിട്ട് ഫിഷറീസിന്റെയും എല്ലാ വകുപ്പുകളും കൂടി ചേർത്ത് സംയുക്തമായി വിളിച്ചു കൂട്ടിയ ആ ഒരു സംയുക്ത യോഗത്തിൽ KLCA വെച്ച 7 ആവശ്യങ്ങൾ, KLCA വെച്ച 7 ആവശ്യങ്ങളാണ് അവിടെ. അത് അല്ലാതെ അവർ വെച്ച ആവശ്യങ്ങളല്ല. KLCA ഏറെ പ്രത്യേകമായി ഞങ്ങൾ വെച്ച ആവശ്യങ്ങളാണ്. ആവശ്യങ്ങളിൽ ഞങ്ങൾ പ്രധാനമായിട്ടും പരിഹരിക്കുക, അവിടുത്തെ ഡ്രച്ചിങ് പുനർക്രമീകരിക്കുക, ഞങ്ങൾക്ക് സുഗമമായി പോകുവാനുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക എന്നുള്ള ആവശ്യങ്ങൾ ഞങ്ങളാണ് മുന്നോട്ട് വെച്ചത്. ആ ആവശ്യങ്ങളെ ക്രമീകരിച്ചു കൊണ്ടിട്ടാണ് അവസാനം സജി ചെറിയാൻ പത്രസമ്മേളനം നടത്തിയിട്ട് 7 ആവശ്യങ്ങൾ വെച്ചു. ഈ റോബോട്ടിക് സംവിധാനം ഉൾപ്പെടെ അദ്ദേഹം അവിടെ പറഞ്ഞത് വിശാഖപട്ടണത്ത് ഞങ്ങൾ അത് പുനഃപരിശോധിച്ചു, അത് ഓക്കെയാണ്, അത് ഇവിടെ മുതലപ്പുഴയിൽ ഞങ്ങൾ പരീക്ഷിക്കാൻ കൊണ്ടുവരുമെന്ന് അദ്ദേഹം പറഞ്ഞു. എവിടെയാണ് അദ്ദേഹം കൊണ്ടുവന്നത്? കടലിൽ വരച്ച അല്ലെങ്കിൽ വെള്ളത്തിൽ വരച്ച വര പോലെയാണ് ഈ 7 ആവശ്യങ്ങളും ഈ നിമിഷം വരെയും ഇവിടെ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. നിങ്ങൾക്കറിയാവോ, ഇന്ന് പുലർച്ചെ 1:30-ക്കാണ് ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരൻ വിക്ടർ അവിടെ ജീവൻ പൊലിച്ചത്. ആ പ്രിയ സഹോദരന്റെ വീട്ടില് ഈ പറയപ്പെടുന്ന ലൂസിയൻ അച്ഛൻ ഉൾപ്പെടെ ഞങ്ങളുടെ പ്രിയ നേതാവ് പാട്രിക് ഉൾപ്പെടെ ഞങ്ങൾ അവിടെ പോയി. അവരെ കണ്ണുനീർ ഞങ്ങൾ കണ്ടു, അവരുടെ വിലാപങ്ങൾ ഞങ്ങൾ കേട്ടു. അവിടെ ഞങ്ങൾക്ക് ഞങ്ങളുടെ കണ്ണുനീർ വാർത്തിട്ട് വരുവാൻ സാധിച്ചു. അവിടെ ഈ റോബോട്ടിക് സിസ്റ്റം സംവിധാനം ഈ പറയപ്പെടുന്ന സജി ചെറിയാനും അദ്ദേഹത്തിന്റെ മിനിസ്ട്രിയും അവിടെ കൊണ്ടുവന്നിരുന്നുവെങ്കിൽ ഈ അനാസ്ഥയ്ക്ക് ഒക്കെയും ഒരു പരിഹാരം ഉണ്ടായേനെ. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളായ മക്കൾ, മുങ്ങൽ വിദഗ്ധരായ മക്കൾ, പലയിടങ്ങളിലും പഠിച്ച് അതിവിദഗ്ധരായ മക്കൾ ഞങ്ങൾക്ക് ഇവിടെ ഉണ്ട്. അവിടെ നിങ്ങൾ വെക്ക്, ഈ മുതലപ്പുഴയിൽ വെക്ക്, ഞങ്ങൾ തരാം.
ഈ ഫെറോനയുടെ അകത്ത്, പുതുക്കുറിച്ചി ഫെറോനയുടെ അകത്തും അഞ്ചുതെങ്ങ് ഫെറോനയുടെ അകത്തും അതിവിദഗ്ധരായ, മുങ്ങൽ വിദഗ്ധരായ ഞങ്ങളുടെ മത്സ്യത്തൊഴിലാളികളായ മക്കൾ ഇവിടെ ഉണ്ട്. ഞങ്ങൾ പറഞ്ഞതാണ്, അവർ വെക്കാന്ന് പറഞ്ഞു, റിക്രൂട്ട്മെന്റ് സംവിധാനം വെക്കാന്ന് പറഞ്ഞു. എവിടെയാണ്? ഇവിടെയാണ് പ്രിയ സഹോദരൻ അവതാരകൻ പറഞ്ഞ സംവിധാനത്തിനും അല്ലെങ്കിൽ പറഞ്ഞ ആ ഒരു അവതരണത്തിന് ഞാൻ മുഖവില കൊടുക്കുന്നത്. ഇവിടെ ഉയരുന്ന ഓരോ ശബ്ദങ്ങൾക്കും സർക്കാർ മുഖം തിരിക്കുന്നു എന്നുള്ള സംവിധാനം. സർക്കാർ ഇന്ന് മുഖം തിരിച്ചു നിൽക്കുകയാണ്. ഞങ്ങൾ ഒരാവശ്യങ്ങളും അംഗീകരിക്കുന്നില്ല. ഇന്ന് മരിച്ച ഈ വിക്ടറിന്റെ വീട്ടിൽ ഏതെങ്കിലും ഒരു സർക്കാർ പ്രതിനിധി വന്നതായിട്ട് ഈ നിമിഷം വരെയും ഞങ്ങൾക്കറിവില്ല അത്. കാരണം എന്താണ്? ഇപ്പോഴും ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾക്കെതിരെ ഇവർ മുഖം തിരിക്കുന്നു. നിങ്ങൾക്കറിയാവോ, മുതലപ്പൊഴിയില് ഈ പറയപ്പെടുന്ന അദാനിയുടെ പോർട്ടിലോട്ട്, വിഴിഞ്ഞം പോർട്ടിലോട്ട് പാറകൾ കൊണ്ടുപോകുവാൻ വേണ്ടി, അവരെ ഡ്രച്ച് കടന്നു പോകാൻ വേണ്ടിയാണ് 90 മീറ്റർ വിട്ടുള്ള സംവിധാനത്തിൽ അവർ അടിപ്പാറകളാണ് ഇളക്കി മാറ്റിയത്. ആ അടിപ്പാറകൾ ഇളക്കി മാറ്റിയിട്ട് ഞങ്ങളോട് പറഞ്ഞത്, ഞങ്ങൾ പുനഃക്രമീകരിച്ചു തരാം, ഇത് പുനർക്രമീകരിക്കാമെന്ന് പറഞ്ഞു. ആ 90 മീറ്ററുള്ള വിത്ത് ഇന്ന് ഈ ഷക്കീന ന്യൂസ് ഉൾപ്പെടുന്ന അല്ലെങ്കിൽ ഏതെങ്കിലും ചാനലുകൾ അവിടെ വന്ന് നിങ്ങൾ നോക്കുക, ഇന്ന് 60 മീറ്ററായി അത് ചുരുങ്ങിയിരിക്കുന്നു. 60 മീറ്ററായി ചുരുങ്ങിയിരിക്കുന്നു. ഈ 60 മീറ്ററായി ഇത് റെഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ നമുക്കറിയാം എന്ത് ചെയ്യപ്പെടും. ഒരു വിട്ടുള്ള സംവിധാനം അത് റെഡ്യൂസ് ചെയ്യപ്പെടുമ്പോൾ സ്വാഭാവികമായിട്ടും അവിടെ അശാസ്ത്രീയമായിട്ടുള്ള അല്ലെങ്കിൽ നമ്മൾ ചിന്തിക്കുന്നതിനപ്പുറമുള്ള സംവിധാനങ്ങൾ അവിടെ രൂപപ്പെടും. അങ്ങനെ രൂപപ്പെടുന്ന തിരമാലകളാണ് ഇന്ന് ഞങ്ങളുടെ പാവപ്പെട്ട, ഞങ്ങളുടെ ജീവനുകൾ എടുക്കുന്നത്. ഈ പറയപ്പെടുന്ന വിക്ടർ വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിൽ നിന്നുള്ളതാണ്. വളരെ 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 പാവപ്പെട്ട കുടുംബത്തിൽ നിന്നുള്ളതാണ്. ഇന്ന് ആ വീട്ടിൽ പോയപ്പോഴാണ് നിങ്ങൾ കാണുവാൻ സാധിച്ചത്. അവിടെ ഏറ്റവും അടിയന്തരമായി ഞങ്ങളുടെ KLCയുടെ അമരക്കാരനായ അഡ്വക്കേറ്റ് ഷെറി ജെ തോമസിനോട് ഞങ്ങൾ ഇന്ന് പറഞ്ഞു, സാറേ, ഇത് കൊലക്കുറ്റത്തിനെതിരെ സാർ കേസെടുക്കണം. അദ്ദേഹം ഹൈക്കോർട്ടിലെ ഒരു അഡ്വക്കേറ്റ് ആണ്. അദ്ദേഹത്തിനോട് ഞങ്ങളുടെ വികാരി ജനറൽ ഉൾപ്പെടുന്ന അല്ലെങ്കിൽ പാട്രിക് ഉൾപ്പെടുന്ന ഞങ്ങളുടെ സംവിധാനങ്ങൾ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, സാറേ, അടിയന്തരപരമായിട്ട് അതിന്റെ കൊലക്കുറ്റത്തിന് എടുക്കണമെന്ന് പറഞ്ഞു. ഇവിടെ ശരിക്കും ഞങ്ങൾ കണ്ണുനീരാടുത്തുന്ന ഞങ്ങളുടെ സംവിധാനങ്ങളെല്ലാം, ഞങ്ങൾ ഓരോ ആവശ്യങ്ങളും അവര് പൂനെയിൽ നിന്ന് സംവിധാനങ്ങൾ കൊണ്ടുവന്നു. പൂനെ റിപ്പോർട്ട് എന്താണ് പറയുന്നത്? നമുക്ക് ആ റിപ്പോർട്ട് പറയുന്നു ഇത് അശാസ്ത്രീയമാണ്. അവിടെ നിന്ന് വടക്കോട്ട് പോകുന്ന സംവിധാനങ്ങളെല്ലാം ആ തീരം ശൂന്യമാക്കപ്പെടും. ഇവിടെ ബഹുമാനപ്പെട്ട ജോയി ചിറ്റലപ്പള്ളി പറഞ്ഞു, നാളുകൾ കഴിയുമ്പോൾ അവിടുത്തെ ജനതകൾ പലായനം ചെയ്യപ്പെടും. ബഹുമാനപ്പെട്ട ജോയി ചിറ്റലപ്പള്ളി നേരത്തെ ഇവിടെ പറഞ്ഞു വെച്ചു. ആ പലായനം ചെയ്യപ്പെടുന്ന ചില ഇടവകളിൽ ഒന്നാണ് താഴമ്പള്ളി, പൂത്തുറ, അഞ്ചുതെങ്ങ്. ഇത് ഒരു നിമിഷങ്ങൾ അല്ലെങ്കിൽ കുറെ വർഷങ്ങൾ കഴിയുമ്പോൾ ആ ഭൂമുഖത്തിൽ നിന്ന് തന്നെ ഇല്ലാതാവും. അദ്ദേഹം പറഞ്ഞത് സ്പഷ്ടമായിട്ടാ പറഞ്ഞത്. ഇതിനൊക്കെ അടിയന്തരപരമായിട്ട് ഇടപെടണമെന്ന് പറഞ്ഞുകൊണ്ടിട്ടാണ് നമ്മൾ ഈ സമരങ്ങൾ ചെയ്യുന്നത്, ഈ സംവിധാനങ്ങൾ ചെയ്യുന്നത്. ഈ സർക്കാർ എന്തുകൊണ്ട് മുഖം തിരിക്കുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് അതിനകത്ത് ഉത്തരമില്ല. ഓക്കെ, ശ്രീ രാജു തോമസ്. ഞങ്ങള് ഇന്ന് ഓക്കെ, ശ്രീ പാട്രിക് മൈക്കിൾ, നമുക്കറിയാം മണലിന്റെ മൂവ്മെന്റ് കാലാവസ്ഥയ്ക്ക് അനുസരിച്ച് അവിടെ വളരെയധികം ഷിഫ്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. ഇപ്പോൾ പൂനെ എന്നുള്ള പഠനമാണെങ്കിലും അവർ പറഞ്ഞത് ഇത് ഡ്രഡ്ജിങ് കൃത്യമായി നടത്തിയാൽ മാത്രമേ ഇവിടെ കൃത്യമായ ഒരു ഈ മരണം ഇല്ലാതാവുകയുള്ളൂ, കൃത്യമായ ഒരു ആ കടലിന്റെ മൂവ്മെന്റ് അവിടെ നടക്കുകയുള്ളൂ. അതാണ് അതിന്റെ ഒരു കൃത്യമായ ഒരു കാര്യം. കാരണം ഇത് എത്ര കാലം കഴിഞ്ഞാലും ഇത് നടക്കും. ഡ്രഡ്ജിങ് സ്ഥിരമായി കാലാകാലങ്ങളോളം അവിടെ നടത്തുക തന്നെ ചെയ്യണമെന്നുള്ള ഒരു പഠന റിപ്പോർട്ട് അവർ പറയുന്നുണ്ടായിരുന്നു. അത് എത്രത്തോളം പ്രാവർത്തികമാണ്? അതിന്റെ രീതി എങ്ങനെയാണെന്നാണ് താങ്കൾക്ക് തോന്നുന്നത്? ഇവിടെ നേരത്തെ നമ്മുടെ ഫാദർ ലൂസിയാൻ പറഞ്ഞ ഒരു കാര്യമാണ്, ഇതിന്റെ ഡ്രഡ്ജിങ് നടത്തേണ്ട ഒരു സമയമാണ്. ഇതിപ്പോൾ കണ്ണിൽ പൊടിയിടുന്നത് പോലെയാണ് അവിടെ ഇപ്പോൾ ഡ്രഡ്ജിങ് നടക്കുന്നത്. ഡ്രഡ്ജിങ് നടത്തേണ്ട സ്ഥലത്തുമല്ല ഇപ്പൊ ഡ്രഡ്ജിങ്. അപകട മേഖല ആയ സ്ഥലമുണ്ട്, ആ സ്ഥലത്ത് ഡ്രഡ്ജിങ് നടത്തണം, അവിടുത്തെ പാറകൾ മാറ്റണം, അവിടുത്തെ മണൽക്കൂനകൾ മാറ്റണം എന്നുള്ളതാണ് നമ്മുടെ ആവശ്യം. അവിടെ ഉണ്ടാകുന്ന ആ അപ്രതീക്ഷിതമായ തിരകൾ ആളുകളെ അപകടത്തിലാക്കുന്നു, വള്ളങ്ങളെ അപകടത്തിലാക്കുന്നു, ആളുകളുടെ ജീവൻ പൊലിയുന്നു എന്നുള്ളത് എല്ലാവർക്കും അറിയുന്ന കാര്യം. ഇവിടെ ഡ്രഡ്ജിങ് നടത്തേണ്ടത് ആരായിരുന്നു? അദാനിയായിരുന്നു. ഇനി ഈ നടത്തേണ്ട സമയം എപ്പോഴായിരുന്നു? അവർക്ക് 2023 വരെയായിരുന്നു അവരുടെ സമയം. അവർ നടത്തിയിട്ടില്ല. അവരവരുടെ കെട്ടുപാണ്ടങ്ങളുമായി അവരവിടെ നിന്ന് പോയി കഴിഞ്ഞു. അവർക്ക് അവിടെ നിന്ന് ചെയ്യാനായിട്ടുള്ളതെല്ലാം ചെയ്തു. അവിടുത്തെ പുലിമുട്ട അവരെ പൊളിച്ചു. നേരത്തെ രാജു സൂചിപ്പിച്ചതുപോലെ അവിടെ 90 മീറ്റർ ഉണ്ടായിരുന്നത് ഇപ്പൊ 60 മീറ്റർ ആക്കി ചുരുക്കി. ആ 60 മീറ്റർ ആക്കി ചുരുക്കിയപ്പോഴും അവർ പൊളിച്ച പാറക്കെട്ടുകൾ എവിടെയാ കിടക്കുന്നത്?
ഈ ഇതിനകത്ത് തന്നെയാണ്, കടലിനകത്ത് തന്നെയാണ് കിടക്കുന്നത്. അവിടെ ഉണ്ടാകുന്ന മണൽക്കൂനകൾക്ക് വളരെ ശക്തമാക്കി കൊടുക്കുന്നതിന് ഈ പാറകൾ കൂടി സഹായിക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന സ്ഥിര. അപ്പോൾ ഇതെല്ലാം എല്ലാവർക്കും അറിയുന്നവരാണ്. എന്തുകൊണ്ട് 2023 ഇവിടെ നിന്ന് പോകുന്നതിന് മുമ്പ് അദാനി വെച്ച കരാർ അനുസരിച്ച് അദാനിയെ കൊണ്ട് സർക്കാർ ഇത് ചെയ്യിച്ചില്ല? അദാനിക്ക് ഇവര് ഒത്താശ ചെയ്തതല്ലേ, കൂട്ടുനിന്നതല്ലേ? ഇവര് ഓശാനിച്ച് നിൽക്കുകയാണ്. സർക്കാർ അദാനിയുടെ മുന്നിൽ ഓശാനിച്ച് നിൽക്കുകയാണ്. സംരക്ഷിക്കപ്പെടേണ്ട ജനതയെ ഒട്ടുകൊടുത്തുകൊണ്ട് അദാനിക്ക് ഓശാന പാടുകയാണ് ഈ സർക്കാർ. ഞാനൊന്ന് പറഞ്ഞോട്ടെ, വലിയ വീമ്പിളക്കി മറ്റു കാര്യങ്ങൾ ചെയ്ത് അന്ന് 2018 പ്രളയത്തിൽ ചെങ്ങന്നൂരിൽ വെള്ളം കയറിയപ്പോൾ മത്സ്യത്തൊഴിലാളികളാണ് രക്ഷകരെന്ന് വാവിട്ട് വിളിച്ച സജി ചെറിയാൻ മന്ത്രി, അന്ന് മന്ത്രിയല്ല MLA ആണ്, ഇന്ന് മന്ത്രിയായപ്പോൾ അതിന് പ്രത്യുപകാരം എന്നുള്ള രീതിയിലെങ്കിലും ഈ മത്സ്യത്തൊഴിലാളികളുടെ കൂടെ നിൽക്കണ്ടേ? ഈ മത്സ്യത്തൊഴിലാളികളെ രക്ഷപ്പെടുത്തണ്ടേ? അന്ന് കുറച്ച് വെള്ളം കയറിയപ്പോൾ അവർക്കുണ്ടായ ബുദ്ധിമുട്ട് പരിഹരിക്കാൻ ഒരു സഹായവും വേണ്ട, ഞങ്ങൾ അവിടെ ഞങ്ങളുടെ വള്ളങ്ങളുമായി വന്ന് നിങ്ങളെ രക്ഷിക്കാമെന്ന് പറഞ്ഞ ഒരൊറ്റ വിളിയിൻപുറത്ത് ഞങ്ങൾ വന്നത് ചെയ്തു കൊടുക്കുകയും അതോടൊപ്പം ജനതയെ രക്ഷിക്കുകയും ചെയ്ത മത്സ്യത്തൊഴിലാളികളെ ഇന്ന് സംരക്ഷിക്കാൻ അന്ന് വാവിട്ട് വിളിച്ച് ഇന്ന് മന്ത്രിയായിരിക്കുന്ന സജി ചെറിയാൻ സാധിക്കുന്നില്ലെങ്കിൽ സജി ചെറിയാൻ എന്തൊരു മനുഷ്യനാണ്? മനുഷ്യത്വമുണ്ടോ എന്നാണ് എനിക്ക് ചോദിക്കാൻ. ഇനി ഈ അച്ഛൻ പറഞ്ഞതുപോലെ മാർച്ച് ഏപ്രിൽ മാസങ്ങളിലാണ് ട്രെക്കിംഗ് നടത്താൻ ഏറ്റവും സുഗമമായ ഒരു സമയം. ഫെബ്രുവരി ലാസ്റ്റോടുകൂടി ഏപ്രിൽ അവസാനത്തോടുകൂടി ചെയ്തു തീർക്കേണ്ട ഒരു സാധനം ഇന്ന് ഈ മഴയത്ത് ഓടിച്ചൊരിയുന്ന മഴകൾ അത് വെള്ളം തള്ളി കടലിലേക്ക് വരുമ്പോൾ അതിന്റെ കൂടെ വരുന്ന മണലുകൾ അവിടെ പിന്നെയും കൂടുമ്പോൾ ഇവര് കൃഷിയിൽ എന്താണ് ചെയ്യുന്നത്? അവിടെ പോയി നോക്കണം. ചാനൽ നിങ്ങൾ സൗകര്യപ്പെടുമ്പോൾ അവിടെ പോയി നോക്കണം എവിടെയാണ് ടച്ച് ചെയ്യുന്നത്. അല്ല, ഈ ഞങ്ങൾ അത് കണ്ടിട്ടാ വരുന്നത്. ഡ്രഡ്ജിങ് സ്ഥിരമായി കാലങ്ങളോളം നടത്തേണ്ടതാണ് എന്നാണ് പൂനെയിലെ അവർ പറയുന്നത്, പഠനം നടത്തിയവർ പറയുന്നത്. അങ്ങനെ ഒരു സംവിധാനം ഉണ്ടോ? അതെ, അങ്ങനെ ഒരു സംവിധാനമൊന്നുമില്ല. ഇപ്പൊ ലോങ് ബ്രൂം ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ടുള്ള മണൽ വാരലാണ്. ഡ്രഡ്ജിങ് എന്നല്ലേ പറയാൻ പറ്റില്ല, മണൽ വാരലാണ് നടക്കുന്നത്. അവിടെ പോകുമ്പോൾ തന്നെ അറിയാം അദാനി പൊളിച്ചിട്ടുള്ള പാറക്കൂട്ടങ്ങളും. ഓക്കെ ഫാദർ, അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത് ഫാദർ? ഫാദർ പറഞ്ഞോളൂ. അതായത് ഇതൊരു പൊഴിമുഖമാണ്, കടലും കായലും ചേരുന്ന സംഗമിക്കുന്ന ഒരു സ്ഥലമാണ്. ഇതിന് കടലിൽ നിന്നുള്ള ഫോഴ്സ്, കായലിൽ നിന്നുള്ള ഫോഴ്സ്, രണ്ട് ഫോഴ്സും ഉണ്ട്. കടലിലെ ഫോഴ്സ് ഈസ്റ്റുമാകാം, വെസ്റ്റുമാകാം, ഉള്ളിലേക്കുമാകാം, കരയ്ക്കുമാകാം. എന്നാൽ കായലിൽ നിന്നുള്ള ഫോഴ്സ് എപ്പോഴും കടലിലേക്ക് പോകുന്നതാണ്. ഇവിടെ തിരമാല സാധാരണ അടിക്കുന്നതിനേക്കാൾ ഉപരി അല്പ ഹൈറ്റായിട്ട് തന്നെ ഉണ്ടാകും. രണ്ടാമത്തത് എന്തുകൊണ്ടെന്ന് വെച്ചാല് ഈ പൊഴിമുഖം 1 മാസം 2 മാസം ഡ്രഡ്ജ് ചെയ്യാനുള്ള സമയമല്ല. അതിന് ഇയർലി ഡ്രഡ്ജ് ഔട്ട് ചെയ്യണം. ഓരോ വർഷവും ഇത് ഡ്രഡ്ജ് ചെയ്താൽ മാത്രമേ ജീവനും അവിടെ യാനങ്ങൾക്കുള്ള അപകടങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കത്തുള്ളൂ. അല്ലാത്ത പക്ഷം എപ്പോഴും പൊഴിമുഖം വന്നിട്ട് വേവ്സ് അധികമാണ്, കറണ്ട് സിസ്റ്റം അധികമാണ്. അത് സർക്കാർ കൃത്യമായിട്ട് പഠിച്ച് അത് റെക്ടിഫൈ ചെയ്ത് എല്ലാ വർഷവും എല്ലാ മാസവും കൃത്യമായിട്ട് അത് ഡ്രഡ്ജ് ചെയ്യാനുള്ള ഒരു പദ്ധതി അവർ തയ്യാറാക്കണം. അല്ലാത്ത പക്ഷം ഇതിന്റെ വിജയം ഇന്നും ചോദ്യമായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഫാദർ, മറ്റൊരു കാര്യം കൂടി ചോദിക്കുന്നത്, ഇതിന്റെ പഠനങ്ങൾ, ഗവൺമെന്റ് നടത്തിയ പഠനങ്ങൾക്കും അപ്പുറത്ത് പലപ്പോഴും പല പരാതികളും അവിടുന്ന് ഉയരുന്നുണ്ടല്ലോ ഗവൺമെന്റിന്റെ പഠനങ്ങൾക്കെതിരെ. അപ്പോൾ എന്തൊക്കെയാണ് നിർദ്ദേശങ്ങളാണ് നിങ്ങൾ പലപ്പോഴും മുന്നോട്ട് വെച്ചിട്ട് അത് സ്വീകരിക്കാതെ പോയത്? എന്ന് വെച്ചാൽ നിങ്ങൾക്കാണല്ലോ ഏറ്റവും കൂടുതൽ ഇതിനെക്കുറിച്ച് അറിയാവുന്നത്, ആ പ്രദേശത്തെക്കുറിച്ച്, അതിന്റെ കാലാവസ്ഥയെക്കുറിച്ച്, അതിന്റെ വ്യതിയാനങ്ങളെ കുറിച്ചെല്ലാം നിങ്ങൾക്കാണ് അറിയുന്നത്. അപ്പോൾ നിങ്ങളുടെ ഡിമാൻഡുകൾ ഏതൊക്കെയാണ് അവർ അംഗീകരിക്കാതിരുന്നതെന്നൊന്ന് പറയാമോ? സർ, ഇപ്പൊ വന്നിട്ട് ആദ്യം ഒരു അംഗീകരിക്കാത്തത് ഞങ്ങൾ എല്ലാവരും ഇത്രയും കാലമായിട്ട് പറഞ്ഞു വരുന്നത് അശാസ്ത്രീയം. ഫസ്റ്റ്, ഒരു സയന്റിഫിക് ആയിട്ട് അത് ചെയ്തിട്ടില്ല. ചെയ്യണമെങ്കിൽ ഫസ്റ്റ് അതിന്റെ മുഖദ്വാരം 180 മീറ്റർ മുതൽ 220 മീറ്റർ വരെയെങ്കിലും വേണം. രണ്ടാമത്തത്, പുലിമുട്ടിടുന്നത് നേരെയല്ല. ഈ സൗത്തിലുള്ള പുലിമുട്ട് ചെറുതായും നോർത്തിലുള്ള പുലിമുട്ട് വലുതായും വന്ന് അതിന് വളച്ച് വിടണം, വളച്ച് സൗത്തിലേക്ക് വിടണം.
അപ്പോൾ മാത്രമേ ഈ ജൂൺ, ജൂലൈ, ഓഗസ്റ്റ് മാസങ്ങളിൽ അടിക്കുന്ന തിരമാലയെ ഈ വടക്ക് ഭാഗത്തുള്ള നോർത്തേൺ ഗ്രെയിൻസ് അത് വന്നിട്ട് പ്രൊട്ടക്ട് ചെയ്യത്തുള്ളൂ. ഇത് അങ്ങനെയല്ല നിർമ്മിച്ചിട്ടുള്ളത്. ഒരു വായു തുറന്നു വിട്ടിട്ടുണ്ട്. ഏതെങ്കിലും ഹാർബറിന്റെ അകത്ത് 3 മീറ്ററും 2 മീറ്ററും ഉയർച്ചയിൽ വന്ന് വേവ്സ് അടിക്കുന്നുണ്ടെങ്കിൽ ഈ ഓടിപ്പോകുന്ന വള്ളം പോലും അപകടത്തിലല്ലേ പെടുത്തുള്ളൂ. ഹാർബറിന്റെ അകത്ത് മുഖദ്വാരം പോട്ട് അകത്ത് പോലും അപകടമാണല്ലോ. ഇതെന്തുകൊണ്ട് സംഭവിക്കും? ഇതൊക്കെയാണ് നമ്മൾ അശാസ്ത്രീയം എന്ന് നമ്മൾ പറയുന്നത്. ഇത് 3 കാര്യങ്ങളും സർക്കാർ ക്രമമായിട്ട്, അതായത് അടിയന്തരാവസ്ഥയിൽ പരിഹാരം കണ്ടെത്തിയാൽ മാത്രമേ ഈ ഹാർബറിന് ഒരു മോചനമുള്ളൂ. അല്ലാത്ത പക്ഷം ഇന്ന് 1ഉം 2ഉം അല്ല, കൂട്ടത്തോടെ ചിലപ്പോൾ ഈ ആളുകൾ അപകടത്തിൽപ്പെട്ടെന്ന് വരും. ഓക്കെ ഫാദർ. ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി, അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഹാർബറിന്റെ നിർമ്മാണത്തിൽ തന്നെ പലപ്പോഴും നിർമ്മാണവും അത് കഴിഞ്ഞുള്ള പ്രവർത്തനങ്ങളിലെല്ലാം ഗവൺമെന്റ് ഭാഗത്തു നിന്നും ഒരു അഴിമതിയുടെ, ഇപ്പൊ ബ്യൂറോക്രസിയുടെ ഭാഗത്തു നിന്നാണെങ്കിലും ഒരു അഴിമതിയുടെ ഒരു ശബ്ദം പലപ്പോഴും ആരോപിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ എങ്ങനെയാണ് താങ്കൾക്ക് അതെങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്? ഒരു അഴിമതിയുടെ ഭാഗമാണ് ഇത് ഈ ഡിസാസ്റ്ററിന്റെ മുഖ്യ കാരണമെന്ന് തോന്നിയിട്ടുണ്ടോ ശ്രീ ജോയ് ചിറ്റിലപ്പള്ളി? മിസ്റ്റർ, ഇത് തന്നെയാണ് ഞാനും പറയാൻ വന്നത്. മിസ്റ്റർ പാട്രിക് പറഞ്ഞതുപോലെ ഇത് യഥാർത്ഥത്തിൽ ആ തീരദേശ ജനതയെ കുരുതി കൊടുക്കാനുള്ള സംസ്ഥാന സർക്കാരിന്റെയും അദാനിയും തമ്മിലുള്ള ഒരു ഒത്തുകളിയുടെ ദാരുണമായ അവസ്ഥയ്ക്കാണ് ഇപ്പോൾ സാക്ഷ്യമായിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ മനസ്സിലാക്കേണ്ടത്, അദാനിയുമായിട്ടുള്ള ഈ സർക്കാരിന്റെ കരാർ പുനഃപരിശോധിക്കണം. അതിലെ വ്യവസ്ഥകളെ എന്തൊക്കെയാണ് എന്നുള്ളത് വ്യക്തമായി മനസ്സിലാക്കാവുന്ന രീതിയിൽ അത് പരിശോധിക്കാൻ ഒരു ഏജൻസി മുഖാന്തരം പരിശോധിക്കാനുള്ള നടപടി കേന്ദ്ര സർക്കാരോ അല്ലെങ്കിൽ ജുഡീഷ്യറിയോടെ ഇടപെട്ടുകൊണ്ട് നടപ്പാക്കണം. എങ്കിൽ മാത്രമാണ് അദാനിയുമായിട്ട് സർക്കാർ ഏർപ്പെട്ടിട്ടുള്ള ഈ കരാറിൽ എന്തൊക്കെ വ്യവസ്ഥകളാണ് വെച്ചിട്ടുള്ളത്, ഇതിന്റെ സമീപ പ്രദേശത്തിന്റെ റീഹാബിലിറ്റേഷൻ എങ്ങനെയാണ്, അതിന്റെ മെയിൻ്റനൻസ് എങ്ങനെയാണ്, തീരപരിപാലന ചട്ടം അനുസരിച്ചുള്ള കാര്യങ്ങൾ അവിടെ ചെയ്യാനായിട്ടുള്ള ഉത്തരവാദിത്തം ആർക്കാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കി. ഇവിടെ ഈ വിഴിഞ്ഞ പോർട്ട് വരുമ്പോൾ ഇവിടെ ഇതിന്റെ ഈ വ്യവസ്ഥകളെ കുറിച്ച് പൊതുജനത്തിന് വ്യക്തമായ ധാരണ നമുക്ക് ലഭ്യമല്ല. അപ്പോൾ ഇതിന്റെ വ്യവസ്ഥകൾ എന്താണ് എന്ന് ഇവിടെ വ്യക്തമാക്കാൻ സർക്കാർ തയ്യാറാകണം. ഇതിന്റെ പരിപാലനത്തിന്റെ ഫുൾ ചാർജ് ആർക്കാണ്, അതിന്റെ തീരദേശ മേഖലയിലുള്ള റീഹാബിലിറ്റേഷൻ ആർക്കാണ്, ഇതെല്ലാം പരിശോധിക്കണം. ഇത് ഒരു വലിയ നിഗൂഢതയാണ്. രണ്ടാമത്തെ കാര്യം, ഇപ്പോൾ ഈ സർക്കാർ ഒരു തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുന്നില്ല എന്നുള്ളത് വളരെ പകൽ പോലെ വ്യക്തമാണ്. ഈ ജനത്തെ ഇവിടെ നിന്ന് പലായനം ചെയ്തതിന് ശേഷം അവിടെ ഈ പ്രവർത്തനങ്ങൾ തിരികെ വന്നാൽ അവിടെ മറ്റ് പല ലാൻഡ് മാഫിയ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾക്ക് വഴിവെച്ചു കൊടുക്കാനുള്ള സർക്കാരിന്റെ ഒരു നടപടിയുടെ ഭാഗമാണോ ഈ അനാസ്ഥ എന്നുള്ളത് കൂടി ഞാനിവിടെ സംശയിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാനിവിടെ സംശയിക്കുകയാണ്. സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഏകദേശം 50 കോടിയുടെ എങ്ങാണ്ട് ബഡ്ജറ്റ് കേന്ദ്ര സർക്കാരിന് കൊടുക്കുകയും അത് കേന്ദ്ര സർക്കാർ തിരിച്ചയക്കുകയും ഒക്കെ അങ്ങനെയൊക്കെ ഉള്ള സംഭവങ്ങൾ ഇതിന്റെ പിന്നിലുണ്ടായിട്ടുണ്ട്. കാരണം എന്ന് വെച്ചാൽ വളരെ ആ 50 കോടിയുടെ ഒന്നിനും തികയാത്ത ആ ബഡ്ജറ്റ് തന്നെ ഗവൺമെന്റിന്റെ അനാസ്ഥയുടെ വളരെ വലിയ ഉദാഹരണമാണ്. തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട, അദാനി എന്ന് പറയുന്നത് ഒരു വലിയ വമ്പൻ സംവിധാനമാണ്. അവർക്ക് കാര്യമായി ശാസ്ത്രീയമായി ചെയ്യാനുള്ള സംവിധാനങ്ങൾ പക്ഷേ ഉണ്ട്. പക്ഷെ കേരളത്തിൽ അത് ചെയ്യിപ്പിച്ചില്ല എന്നതാണ് വസ്തുത. അത് ചെയ്യിപ്പിച്ചില്ല എങ്കിൽ അത് സർക്കാർ ആർക്കു വേണ്ടിയാണ് അത് ചെയ്യിപ്പിക്കാതിരുന്നത് എന്ന് വ്യക്തമാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ പല നിഗൂഢതകളും നിലനിൽക്കുന്നു എന്നത് തന്നെയാണ് ഞാൻ ആരോപിക്കുന്നത്. അതുകൊണ്ട് ഈ കരാറിന്റെ വ്യവസ്ഥകൾ എന്താണ്, ഈ പറയുന്ന അദാനി എന്തുകൊണ്ടാണ് ഈ മറ്റു കാര്യങ്ങൾ ചെയ്യാതെ ഇവിടെ നിന്ന് പോയത്? ഇപ്പോൾ ഇതിന്റെ പരിപാലനം ആർക്കാണ്? ഇപ്പോൾ സർക്കാരാണ് ഇവിടെ പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്. സർക്കാർ ആർക്കു വേണ്ടിയാണ് പ്രതിസ്ഥാനത്ത് നിൽക്കുന്നത്, ആർക്കു വേണ്ടിയാണ് ഈ അനാസ്ഥ കാണിക്കുന്നത് എന്നതാണ് എന്റെ ചോദ്യം. ഓക്കെ. ശ്രീ രാജു തോമസ്, ഒരുപാട് പ്രതികരണങ്ങൾ, ഓരോ മരണങ്ങൾ ഉണ്ടാകുമ്പോഴും ഒരുപാട് പ്രതികരണങ്ങൾ നിങ്ങൾ നടത്തുന്നു. മന്ത്രിമാർ വരുന്നു, സാന്ത്വനങ്ങൾ വാക്കുകൾ പറയുന്നു, തിരിച്ചു പോകുന്നു, ഒന്നും സംഭവിക്കുന്നില്ല. വീണ്ടും മരണങ്ങൾ തുടർക്കഥയാകുന്നു, വീണ്ടും വള്ളങ്ങൾ മറിയുന്നു, അപകടങ്ങൾ തുടർക്കഥയാകുന്നു. തലനാരിഴയിൽ മാത്രമാണ് പലരും രക്ഷപ്പെടുന്നത്. ശ്രീ രാജു തോമസ്, കേൾക്കാമോ? കേൾക്കാം സാർ. വീഡിയോ ഒന്ന് ഓണാക്കുവോ? ഒരു സെക്കൻഡ്, വീഡിയോ ഒന്ന് ഓണാക്കുവോ?
ഓക്കെ. ഒരുപാട് പ്രതികരണങ്ങൾ ഉണ്ടാകുന്നു. പക്ഷേ അതൊന്നും വെറും സാന്ത്വന വാക്കുകളിൽ മാത്രം ഒതുങ്ങുന്നു. അതിൽ ഏറ്റവും പ്രധാനമായിട്ട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, ഇക്കഴിഞ്ഞ അല്ലെങ്കിൽ ഈ നേരത്തെ ചോദിച്ചു വെച്ച ഒരു സംവിധാനമുണ്ട്. ബഹുമാനപ്പെട്ട ജോയി ചിറ്റപ്പള്ളിയോട് അങ്ങ് ചോദിച്ചു, ഇതിനകത്ത് അഴിമതിയില്ലേ എന്നങ്ങ് ചോദിച്ചു വെച്ചു. അതിൽ ഞാൻ അടിവരയിട്ട് പറയട്ടെ, അതിനകത്ത് വ്യക്തമായിട്ട് ഞാൻ പറയാം, ഈ സർക്കാർ ഈ മുതലപ്പൊഴിയിൽ ചെലവഴിച്ച അല്ലെങ്കിൽ ഫണ്ട് കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടോ ഏത് ഫണ്ടാണെങ്കിൽ പോലും അതിൽ വ്യക്തമായിട്ടുള്ള അഴിമതി നടന്നിട്ടുണ്ട്. അതിൽ ഏറ്റവും അടിയന്തരപരമായി നടന്നിരിക്കുന്ന അഴിമതിയാണ്, ഇവിടെ ഒരു ലോങ് ബൂം കൊണ്ടുവന്നു. ഇവിടെ പാറകളെ സംയോജിപ്പിക്കുവാനും അതല്ലെങ്കിൽ വീതികൾ കൂട്ടുവാനും വേണ്ടി ലോങ് ബൂം കൊണ്ടുവന്നു. ആ ലോങ് ബൂം കൊണ്ടുവന്നപ്പോൾ ഒരാഴ്ച ആ ലോങ് ബൂം കൊണ്ടുവന്ന് അവിടെ ഇട്ട് ആ കല്ലുകൾ മാറ്റുന്ന ആ മാത്രയിൽ തന്നെ ആ ലോങ് ബൂമിന്റെ റോപ്പ് പൊട്ടിപ്പോയി. ആ റോപ്പ് പൊട്ടിത്തെറിച്ചു പോയി. തെറിച്ചതിന് ശേഷം ഞങ്ങൾ അവിടെ നോക്കിയിരുന്നു, ഞങ്ങൾ കണ്ണു നട്ടിരുന്നു അടുത്ത ലോങ് ബൂം വരുന്നുണ്ടോ ഇല്ലയോ. എന്റെ അത് പറഞ്ഞോട്ടെ, ഒരു ലോങ് ബൂമും നാളിതുവരെ വന്നിട്ടില്ല. ആകെ കൂടെ ആ അടിമുഖത്ത് അല്ലെങ്കിൽ പൊഴിമുഖത്ത് വന്ന് കിടക്കുന്നത് ഒരു JCB വന്ന് കിടന്ന്, നേരത്തെ ബഹുമാനപ്പെട്ട പാട്രിക് മൈക്കിൾ പറയുന്നത് പോലെ കൃത്യമായിട്ടുള്ള സ്ഥലത്തല്ല ഡ്രഡ്ജിങ് നടക്കുന്നത്, അവർ വേറെ ഏതോ സ്ഥലത്താണ് ഡ്രഡ്ജിങ് നടത്തിക്കൊണ്ട് പോകുന്നത്. ഞങ്ങളുടെ തീരദേശ നിങ്ങളുടെ തീരത്തിൽ നിന്ന് വളർന്നു വരുന്ന ശാസ്ത്രീയമായിട്ട് പഠിക്കുന്ന ഞങ്ങളുടെ പഠന അല്ലെങ്കിൽ പഠിക്കുന്ന മക്കളെ കൊണ്ട് ഞങ്ങൾ പഠിപ്പിച്ചു. അതിന്റെ ആൻസറുകൾ ഞങ്ങൾ എടുപ്പിച്ചു. അതിൽ ബഹുമാനപ്പെട്ട ഞങ്ങളുടെ ജോൺസൺ ഹാംലെറ്റ് എന്നൊരു വ്യക്തിയുണ്ട്, അത് ഡോക്ടർ ജോൺസൺ. അദ്ദേഹം കൊടുത്ത വശങ്ങളിൽ അദ്ദേഹം പറഞ്ഞ സംവിധാനങ്ങളാണ്, അദ്ദേഹം സർക്കാരിന് കൊടുത്ത കാര്യങ്ങളാണ്. ബഹുമാനപ്പെട്ട സജി ചെറിയാന് അദ്ദേഹം അതിൽ പറഞ്ഞത് എങ്ങനെയാണ്, മണൽ ഡ്രഡ്ജ് ചെയ്യുകയും ഡ്രഡ്ജ് ചെയ്തെടുക്കുന്ന മണൽ DPRൽ പറയപ്പെടുന്നത് പോലെ പൊഴിയുടെ വടക്ക് വശത്ത് നിക്ഷേപിച്ച് തീരശോഷണം പരിഹരിക്കുകയും ചെയ്യുക എന്ന് അദ്ദേഹം കൊടുത്തൊരു ഒരു പഠന റിപ്പോർട്ടാണ്. വേണ്ടിയുള്ള ബാർജിന് വരുവാനായി മുറിച്ചു മാറ്റിയ പുലിമുട്ട് യോജിപ്പിച്ചുകൊണ്ട് അത് ബലപ്പെടുത്തി മണൽ അടിയുന്ന പ്രവണത നിലനിർത്തുക. അദ്ദേഹം പഠിച്ചിട്ട് കൊടുത്ത ഒരു റിപ്പോർട്ടാണത്. അദ്ദേഹം വീണ്ടും പറയുന്നു, ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ ശക്തമായ തിര മുതലപ്പൊഴിയുടെ അടിമുഖത്ത് അടിക്കുന്നത് കാരണം അപകടങ്ങൾ ഉണ്ടാകുന്നു. ആയതിനാൽ ബ്രേക്ക് വാട്ടർ സംവിധാനം ഉപയോഗിച്ച് തിര ചെറുക്കുന്ന പദ്ധതികൾ ആസൂത്രണം ചെയ്യുക. വീണ്ടും അദ്ദേഹം പറയുന്നു, മുതലപ്പൊഴിയുടെ വടക്ക് ചെറിയ ചെറിയ മുലിമുട്ടുകൾ ഇട്ടുകൊണ്ട് തീരശോഷണം തടയുകയും മത്സ്യത്തൊഴിലാളികൾക്ക് യാനങ്ങൾ കരയിൽ പിടിക്കുവാൻ തക്ക വിധം സംവിധാനം ഒരുക്കുകയും നിങ്ങൾ ചെയ്യണമെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. വീണ്ടും അദ്ദേഹം കൂട്ടിയോജിപ്പിക്കുന്ന വളരെ പ്രസക്തമായ സംവിധാനമുണ്ട്. അതാണ് ഞാൻ ആദ്യമേ പറഞ്ഞു വെച്ചു, ഞാൻ അവിടെ ഉന്നയിച്ച തൈക്കാട് ഗസ്റ്റ് ഹൗസിൽ ഉന്നയിച്ച പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ഒന്നാണ്. അദ്ദേഹം പറഞ്ഞ കാര്യമാണ്, വിദഗ്ധരായ റെസ്ക്യൂ ടീം നിങ്ങൾ രൂപീകരിക്കുമ്പോൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിൽ എല്ലാ ദിവസവും നിങ്ങൾ അവർക്ക് ഡ്യൂട്ടി നിങ്ങൾ ഏർപ്പെടുത്തുക. ജൂൺ ജൂലൈ മാസങ്ങളിൽ സ്പെസിഫൈ ചെയ്ത് അദ്ദേഹം പറഞ്ഞു, ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾ രൂപീകരിക്കുന്ന റെസ്ക്യൂ ടീമിനെ അവിടെ ഈ മാസങ്ങളിൽ പ്രത്യേകമാംവിധം ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾക്ക് അവർക്ക് ഡ്യൂട്ടി കൊടുക്കുക എന്ന് പറയുന്നു. വീണ്ടും അദ്ദേഹം പറഞ്ഞു, ഞാൻ അതിനിടയിൽ ഒരു കാര്യം കൂടെ ചോദിച്ചോട്ടെ, ഈ റെസ്ക്യൂ ടീം, നിലവിലുള്ള റെസ്ക്യൂ ടീം എത്രത്തോളം എഫക്റ്റീവ് ആണ് അവിടെ? എന്റെ പൊന്നു സാറേ, അവിടെ റെസ്ക്യൂ ടീം എന്ന സംവിധാനം ഇല്ല. എവിടെയുണ്ട് റെസ്ക്യൂ ടീം? ഞങ്ങൾ അതല്ലേ പറയുന്നത്. ഞങ്ങൾ മുൻനിരയിൽ ഞങ്ങൾ ഇറങ്ങിപ്പോയി, ഞങ്ങളുടെ പിള്ളേർ ഇറങ്ങിപ്പോയി, ഞങ്ങളുടെ മക്കൾ ഇറങ്ങിപ്പോയി, അവരെ ഞങ്ങൾ ഉൾക്കൊള്ളുന്ന പോലില്ലല്ലോ. അവിടെ റെസ്ക്യൂ ടീം എന്നുള്ള സംവിധാനം, അതാണ് ഞാൻ പറയുന്നത്. സജി ചെറിയാൻ പറഞ്ഞ സംവിധാനവും ആന്നി രാജു പറഞ്ഞ സംവിധാനവും ശിവൻകുട്ടി പറഞ്ഞ സംവിധാനവും അല്ലെങ്കിൽ ഫിഷറീസിന്റെ സംവിധാനങ്ങൾ പറഞ്ഞതെല്ലാം വെള്ളത്തിൽ വരച്ച വര പോലെയാണ് പോയത്. അവർ പറഞ്ഞു റെസ്ക്യൂ ടീമിനെ അവിടെ കൊണ്ട് ഇംപ്ലിമെന്റ് ചെയ്യിപ്പിക്കുമെന്ന് പറഞ്ഞു. എവിടെയാണ് റെസ്ക്യൂ ടീം ഉള്ളത്? എങ്കിൽ ആ റെസ്ക്യൂ ടീം ഉണ്ടായിരുന്നുവെങ്കിൽ വിക്ടർ എന്നുള്ള സംവിധാനം അവിടെ പൊഴിയില്ലായിരുന്നു. കാരണം വിക്ടർ ജീവന് വേണ്ടിയ വെള്ളത്തിൽ കിടന്ന് നിലവിളിച്ചു എന്നാണ് ഞാൻ അറിയപ്പെടുന്നത്. ഈ ലാസ്റ്റ് നിമിഷം അറിയപ്പെടുന്നത് അങ്ങനെയാണ്. റെസ്ക്യൂ ടീം ഉണ്ടായിരുന്നെങ്കിൽ വിക്ടർ എന്നുള്ള ജീവൻ അവിടെ പൊഴിയില്ലായിരുന്നു. നമുക്ക് അറിയാൻ കഴിഞ്ഞത് അങ്ങനെയാണ്. ബോട്ടിന്റെ മോട്ടോർ കേടായിരുന്നു എന്നുള്ളൊരു ന്യായീകരണം പറഞ്ഞു എന്നുള്ളതാണ് നമ്മൾ അവിടുന്ന് അറിഞ്ഞൊരു വസ്തുത. ബോട്ടിന് സാർ അവരെങ്കിൽ അതിന് മുമ്പേ അവർ പറയാം. അതാണ് നമ്മൾ സ്പെസിഫൈ ചെയ്ത് പറയുന്നത്. ഈ ജൂൺ ജൂലൈ മാസങ്ങളിൽ നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം, നിങ്ങൾ ഒരുങ്ങിയിരിക്കണം. ഞങ്ങൾ അടിവരയിട്ട് പറഞ്ഞില്ലേ, ഞങ്ങൾ പറയുന്നില്ലേ, ഞങ്ങൾ രാത്രിയും പകലും ഞങ്ങൾ നിലവിളിക്കുന്നില്ലേ? നിങ്ങൾക്ക് റെസ്ക്യൂ ടീം ഗവൺമെന്റ് അങ്ങനെ ഉണ്ടെങ്കിൽ ഈ മാസങ്ങൾ ജൂൺ ജൂലൈ ഓഗസ്റ്റ് മാസങ്ങളിലെങ്കിലും നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണം. അവരെന്ത് ന്യായീകരണമാണ് ഇവിടെ നിർത്തുന്നത്? അങ്ങനെ അവരെ പ്രിപ്പയറോ അവരെ എഞ്ചിനോ കംപ്ലൈന്റ് ആണെങ്കിൽ അത് ഉത്തരവാദിത്തപ്പെട്ട സംവിധാനങ്ങളിലെ അവരുടെ ഉത്തരവാദിത്വമല്ലേ അത്? ഈ സമയങ്ങളിൽ ഞങ്ങൾ പറഞ്ഞതല്ലേ,
നിങ്ങൾ പ്രിപ്പയർ ആയിരിക്കണമെന്ന് പറഞ്ഞതല്ലേ? ഞങ്ങൾ പറയല്ലേ, ഈ പറയപ്പെടുന്ന വിക്ടർ ജീവന് വേണ്ടി കേണുവെന്നാണ് നാട്ടുകാർ പറയുന്നത്. നിങ്ങൾ പല മാധ്യമങ്ങളുടെയും അല്ലെങ്കിൽ വീഡിയോകൾ എടുത്ത് നോക്കി അറിയാൻ പറ്റും. അദ്ദേഹം കൈയിട്ടടിക്കുന്നതായിട്ട് നമ്മൾ കാണാൻ സാധിക്കുന്ന അവിടെ. ഈ റെസ്ക്യൂ ടീം അല്ലെങ്കിൽ ഇവരുടെ എഞ്ചിൻ സംവിധാനങ്ങൾ അവിടെ നിലനിന്നിരുന്നുവെങ്കിൽ ഞങ്ങളുടെ സഹോദരൻ ഇന്ന് അവിടെ മരിക്കില്ലായിരുന്നു. ആ സഹോദരന്റെ ജീവനെങ്കിലും ഞങ്ങൾ നിലനിർത്താൻ സാധിച്ചേനെ. ഇന്ന് ഞങ്ങൾ അവിടെ പോയപ്പോൾ ആ യാനം നഷ്ടപ്പെട്ട ഈ പറയപ്പെടുന്ന ബോട്ട്, അവന്റെ എഞ്ചിന്, വല അല്ലെങ്കിൽ മറ്റ് സംവിധാനങ്ങളിൽ നഷ്ടപ്പെട്ട ആ സഹോദരൻ ആ മാമ്പള്ളി അല്ലെങ്കിൽ ആ പള്ളിയുടെ മുമ്പിൽ ഇരുന്ന് അദ്ദേഹം കൈകൾ വിരിച്ചിരുന്ന അദ്ദേഹത്തിന്റെ കണ്ണുനീർ കണ്ടപ്പോൾ തന്നെ ഞങ്ങൾ ഉരുകിപ്പോയി. അദ്ദേഹം എന്ത് കാരണം അതും ഒരു പാവപ്പെട്ട മനുഷ്യനാണ്. അദ്ദേഹത്തിന് യാനങ്ങളെല്ലാം നഷ്ടപ്പെട്ടു. നിങ്ങൾക്കറിയാം, അവിടെ പോയി കഴിഞ്ഞാൽ അവിടെയുള്ള കല്ലുകൾക്കിടയിലാണ് ഈ വള്ളങ്ങളും യാനങ്ങളെല്ലാം ചെന്ന് ചുരുങ്ങിയിരിക്കുന്നത്. അത് ആർക്കും വീണ്ടെടുക്കാൻ സാധിക്കില്ല. അത് പോയി, സാധനം പോയി. അപ്പോൾ ഈ അങ്ങ് ചോദിച്ച ചോദ്യത്തിനുള്ള പ്രസക്തി എന്ന് പറയുന്നത്, അവിടെ റെസ്ക്യൂ ടീം അല്ലെങ്കിൽ ഈ പറയപ്പെടുന്ന അവരുടെ എഞ്ചിൻ സംവിധാനങ്ങൾ കേടുപാട് പറ്റിയെങ്കിൽ അതിന് ഉത്തരവാദി ആരാണ്? ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങൾ പറഞ്ഞു ഈ സമയങ്ങളിൽ നിങ്ങൾ അലർട്ടായിരിക്കണം എന്ന് ഞങ്ങൾ വളരെ വ്യക്തമായി അവരോട് ഞങ്ങൾ സൂചിപ്പിച്ചു. പക്ഷെ അതെല്ലാം കാറ്റിൽ പറത്തി പോയില്ലേ, വീണ്ടും ജീവൻ പൊളിഞ്ഞില്ലേ സാറേ, ഞങ്ങൾ എന്ത് ചെയ്യാനാ? ഓക്കെ ശ്രീ പാട്രിക് മൈക്കിൾ, ഒരു രീതിയിൽ പറഞ്ഞാൽ ഒരുപാട് ആവശ്യങ്ങൾ ഗവൺമെന്റിന് മുന്നിൽ വെക്കുന്നു, ഒന്നും നടപ്പിലാകുന്നില്ല. അപ്പോൾ അടിയന്തരമായി നമുക്ക് എന്താണ് അവിടെ ചെയ്യാൻ കഴിയുക എന്ന് ഏതെങ്കിലും ഒരു രൂപരേഖയുണ്ടോ? അടിയന്തരമായി ചെയ്യാൻ കഴിയുന്ന എന്തെങ്കിലും കാര്യങ്ങൾ? തീർച്ചയായും അടിയന്തരമായി സർക്കാർ ഇടപെടേണ്ടതായിട്ടുണ്ട്. ഇതിൽ പഠനങ്ങൾ പറയുന്ന കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ തന്നെ നമ്മൾ അവരോട് പറഞ്ഞ ഒരു കാര്യമുണ്ട്, നിങ്ങൾ ഇവിടെയുള്ള മത്സ്യത്തൊഴിലാളികളുടെ ആശയങ്ങൾ കൂടി നിങ്ങൾ മനസ്സിലാക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യും. സ്ഥിരമായി അവിടെ മത്സ്യബന്ധനത്തിന് പോകുന്ന മത്സ്യത്തൊഴിലാളികൾക്ക് അവിടെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടെന്ന് അവർക്ക് പറയാനായിട്ട് സാധിക്കും. ഈ പഠനം നടത്തുന്നവർ പോലും പുറമേ നിന്നാണ് പഠനം നടത്തുന്നത്. കണ്ടും അതല്ലെങ്കിൽ അവർ പഠിച്ചതനുസരിച്ചും കടലറിവ് എന്ന് പറയുന്നത് ഏറ്റവും വലുതാണ്. മത്സ്യത്തൊഴിലാളികളുടെ കടലറിവനുസരിച്ച് അവർ പറയുന്ന ആശയങ്ങൾ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു പഠനം അവർ മനസ്സിലാക്കി ആ പഠനത്തിൽ നിന്നും കാര്യങ്ങൾ ചെയ്യണം. എത്രയും പെട്ടെന്ന് ഈ സമയത്ത് അവര് കല്ലുകൾ എടുത്തു മാറ്റണം. ഞാൻ ഒരു ഉദാഹരണം പറയാം. വിഴിഞ്ഞം സമരം നടക്കുന്ന സമയത്ത് ഇവിടെ ഒരു ബോട്ടപകടം ഉണ്ടാവുകയും അതിലൊരാൾ മരിക്കുകയും ചെയ്യും. ആ മരിച്ച ആളുടെ ബോഡി എടുക്കുന്നതിന് വേണ്ടി അദാനിയുടെ വിഴിഞ്ഞത്ത് കിടന്ന ഏറ്റവും വലിയൊരു ബ്രൂം ലോങ് ബ്രൂം ക്രെയിൻ ഉപയോഗിച്ചുകൊണ്ട് അത് അവിടെ നിന്ന് കിട്ടും. ഞങ്ങളുടെ സമരപ്പന്തൽ പൊളിച്ചു കൊടുത്തിട്ടാണ് ഞങ്ങള് അദാനിയുടെ ഇതിനെതിരെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞ് സമരപ്പന്തൽ നടത്തിയ സമരപ്പന്തൽ പകുതിയോളം പൊളിച്ചു കൊടുത്ത് അത് വിട്ടുകൊടുത്ത് അവിടെ കൊണ്ടുവന്ന് അവര് ആ കല്ലുകളും മറ്റും അവരിളക്കിയിട്ട കല്ലുകളും മറ്റും മാറ്റിയാണ് അവിടെ നിന്ന് ആ ഒരു ബോഡി എടുക്കുന്നത്. അപ്പോൾ അവരിളക്കിയ കല്ലുകളാണ് അതിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയത് എന്ന് അവർക്ക് തന്നെ അറിയാം. അപ്പോൾ ഈ ഒരു വിഷയം പ്രതിഷേധം നടക്കുന്നു അല്ലെങ്കിൽ സമരം നടക്കുന്നത് കൊണ്ട് മാത്രമാണ് അന്ന് ആ വിഴിഞ്ഞം പോർട്ടിൽ നിന്നും ആ ലോങ് ബ്രൂം ക്രെയിൻ ഇറങ്ങുകയും അവിടെ ഈ കല്ലുകൾ മാറ്റി ആ ബോഡി എടുക്കാൻ സാധിക്കുകയും ചെയ്തത്. ഇല്ലെങ്കിൽ ഒരിക്കലും അത് എടുക്കില്ല. അപ്പോൾ അത്തരത്തിൽ ഒരു ഇത് വരാതിരിക്കാൻ, ഞങ്ങളുടെ ഒരു അപകടം ഉണ്ടാകാതിരിക്കാൻ, ഞങ്ങളുടെ കുടുംബങ്ങൾ അനാഥരാകാതിരിക്കുവാൻ ഞങ്ങൾക്ക് അടിയന്തരമായി അവിടെ ട്രെച്ച് ചെയ്യണം. അവിടെ അവർ തന്നെ മുന്നോട്ട് വെച്ച, അല്ലെങ്കിൽ ഞങ്ങളുടെ അവിടുത്തെ ആളുകളുമായി ബന്ധപ്പെട്ട് സംസാരിച്ചതനുസരിച്ച് മുന്നോട്ട് വെച്ച സർക്കാർ പറയുന്ന വാക്കിന് വിലയുണ്ടെങ്കിൽ ഇപ്പോൾ ഈ പറയുന്ന സർക്കാരിന് പറയുന്ന വാക്കിന് എന്തെങ്കിലും വിലയുണ്ടെങ്കിൽ പറഞ്ഞ വാക്ക് ചെയ്യാൻ അവർ ചെയ്ത് കാണിക്കണം. ഓക്കെ ശ്രീ പാട്രിക് മൈക്കിൾ. ഫാദർ, ഒരു രീതിയിൽ പറഞ്ഞാൽ 80ഓളം കുടുംബങ്ങൾ അനാഥമായി, എത്രത്തോളം കുട്ടികളാണ് അവരുടെ പിതാക്കളെ നഷ്ടപ്പെട്ടു. ഒരു രീതിയിൽ പറഞ്ഞാൽ ഇതൊന്നും ഒരുപാട് ഭൂസ്വത്ത് ഉണ്ടാക്കിയിട്ട പണക്കാരായ ആളുകളല്ല. ഇവരെല്ലാം രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ വേണ്ടി ഓരോ ദിവസവും കഷ്ടപ്പെടുന്ന മനുഷ്യരാണ്. അപ്പോൾ അവരെ ഈ മണി ഏൺ ചെയ്യുന്ന ഒരു സോഴ്സ് നഷ്ടമാകുമ്പോൾ ആ കുട്ടികൾക്കുണ്ടാകുന്ന, അല്ലെ മാതാപിതാക്കളെ നഷ്ടപ്പെടുമ്പോൾ കുട്ടികൾക്കുണ്ടാകുന്ന വേദന, അവരുടെ ജീവിതം, ഒരു രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് നിരുത്തരവാദപരമായി കൈകാര്യം ചെയ്യുന്ന ആളുകൾക്കൊന്നും അതിന്റെ വേദന മനസ്സിലാക്കേണ്ട ആവശ്യമില്ല. അവർക്ക് ആ വേദന മനസ്സിലായിരുന്നുവെങ്കിൽ അവർ കൃത്യമായി കാര്യങ്ങൾ ചെയ്യുമായിരുന്നു. അപ്പോൾ അതിനെതിരെ പ്രതികരിക്കുന്ന മനുഷ്യർക്കെതിരെ കേസെടുത്ത് ഒരുപാട് ബുദ്ധിമുട്ടിച്ച സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഒരു രീതിയിൽ പറഞ്ഞാൽ ഫാദർ, ആ കേസുകളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? നിങ്ങൾ സമരം നടത്തിയ ഒരുപാട് കേസുകൾ ഉണ്ടായല്ലോ, ആ കേസുകളുടെ അവസ്ഥ ഇപ്പോൾ എന്താണ്? കേസുകളെ കുറിച്ച് ഞാനിപ്പോ സംസാരിക്കാൻ ഇല്ല. കാരണം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് അവർ ചെയ്യും, ഞങ്ങളൊന്ന്
പേടിപ്പിച്ച് നിർത്തുന്ന ഒരു ഉപാധിയാണ് കേസുകൾ. ചെയ്യാത്ത തെറ്റുകൾക്ക് എന്താ ദ്രോഹികളെന്നും രാജ്യദ്രോഹികളെന്നൊക്കെ കേസ് അവർ ഫയൽ ചെയ്യും. ബിക്കോസ് ദ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ജുഡീഷ്യറീസ് വിത്ത് ദം. അവരോടൊപ്പമാണ് ജുഡീഷ്യറി ഒക്കെ ഉള്ളത്. ഇപ്പൊ പോലീസും ഡിപ്പാർട്ട്മെന്റ് അവരുടേതാണ്. അവർക്ക് എന്ത് വേണമെങ്കിലും ചെയ്യാം. എന്നാൽ ഇവിടെയുള്ള ആ കേസുകളെ കുറിച്ച് ഞങ്ങളൊന്നും പേടിച്ചിട്ടൊന്നുമില്ല. ഞങ്ങൾ പേടിക്കുകയും ഇല്ല. ഒരു കേസ് വന്നോന്ന് പറഞ്ഞ് ഞങ്ങൾ പേടിച്ച് ഞങ്ങളുടെ ഓടത്തുമില്ല. ഇത് കടപ്പുറത്തിലെ മക്കളാണ്. ഇത്. ഈ കേസുകളെ കണ്ടൊന്ന് പേടിക്കും. ഇത്രയും വലിയ തിരമാലകളെ പേടിച്ചോടാത്ത ഞങ്ങള് ഈ കേസുകൾ കൊണ്ട് എവിടെ ഓടാൻ പോകുന്നു? അതുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്ത് അത് അവർ കേസ് കൊടുത്തിട്ടേ ഇരിക്കട്ടെ. ഞങ്ങൾക്ക് അത് പ്രശ്നമല്ല. ഇവിടെ പാവപ്പെട്ടവന് എതിരായിട്ട് അല്ലെങ്കിൽ ആരെങ്കിലും അവരുടെ നീതി നിഷേധിച്ചാൽ കത്തോലിക്ക സഭ അവിടെ ശബ്ദം ഉയർത്തും. പാവപ്പെട്ടവന് അത് ജാതി മതഭേദമില്ലാതെ പാവപ്പെട്ടവന് നീതി നിഷേധിച്ചാൽ, അവനെ ജീവിക്കാൻ അനുവദിക്കാതിരുന്നാൽ ഏത് ശക്തിയോടും കൂടി കത്തോലിക്ക സഭ അതിനെതിരായിട്ട് പൊരുതുമെന്നുള്ളതാണ് ഞങ്ങളുടെ വിശ്വാസം. അത് തന്നെ ചെയ്യുകയും ചെയ്യും. ഈ പാവപ്പെട്ടവനാണ് കടലിൽ പോകുന്നത്. ഇവർക്ക് AC റൂമിലല്ല ജീവിക്കുന്നത്. ഇവര് രാത്രി ഉറങ്ങുന്നത് കടലിലാണ്. മഴ പെയ്താൽ മഴയില്, ഈ തണുപ്പാണെങ്കിൽ തണുപ്പില്. അപ്പൊ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ഈ ചോദിക്കാൻ ആരും ഇല്ല എന്നുള്ള ഒരു പ്രവണത ഈ ഉള്ളവൻ വരാമല്ലോ. പാവപ്പെട്ടവന് അവനാരായിരിക്കുന്നത് ചോദിക്കാൻ? എങ്ങനെയുള്ള ഈ പ്രവണത ഉണ്ടാകും സ്വാഭാവികമായിട്ട്. അധികാരത്തിൽ ഇരിക്കുന്നവർക്ക് അതിനേക്കാളും കൂടുതൽ ഉണ്ടാകും. പക്ഷെ നീതി നടപ്പിലാക്കണം. ഇവര് സത്യപ്രതിജ്ഞ ചെയ്യല്ലേ? തൊട്ടല്ലേ സത്യപ്രതിജ്ഞ ചെയ്യുന്നത്? ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ തൊട്ടാണ് ചെയ്യുന്നത്. അപ്പൊ നീതി നടപ്പിലാക്കണം. അത് സർക്കാരിന്റെ, ഓരോ മനുഷ്യനും അവന്റെ ജീവനും അവന്റെ സ്വത്തും സംരക്ഷിക്കാനുള്ള അവകാശം അവനുമുണ്ട്. അവനെ സംരക്ഷിക്കാനുള്ള ഏറ്റവും വലിയ ഉത്തരവാദിത്വം ആ ഗവൺമെന്റിനുമുണ്ട്. അവനേക്കാളും ഉത്തരവാദിത്വം ഉള്ളത് ഗവൺമെന്റിനാണ്. ആ ഗവൺമെന്റ് ഇങ്ങനെ കളിച്ച് ഇങ്ങനെ പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നഷ്ടമായ എല്ലാ ജീവനുകൾക്കും സർക്കാർ വില കൊടുക്കേണ്ടി വരും. ഒന്ന്. രണ്ടാമത്തത്, ഈ 2004 ഈ 2017-18 കാലഘട്ടത്തിലാണ് നമ്മുടെ ഓക്കി വരുന്നത്. ഈ ഓക്കി വന്നിട്ട് ഈ 5 തെങ്ങുന്ന ഗിൽബർട്ട് മാത്രം ബോഡി കിട്ടിയില്ല. ഈ എക്സ്ഗ്രാസിയ നിയമം അനുസരിച്ച് 7 years ആണ്. ആഫ്റ്റർ 7 years, ഇത് 7th year ആണ്. ഇതുവരെയും ആ പാവപ്പെട്ട കുടുംബത്തിനെ സംരക്ഷിക്കാൻ സർക്കാർ എന്തെങ്കിലും സഹായം ചെയ്തിട്ടുണ്ടോ? ഇല്ല. സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല. ഗിൽബർട്ടിന്റെ കുടുംബം, ഞാനന്ന് വികാരിയായിരുന്നപ്പോ ആഴ്ച തെറ്റാതെ വന്ന് കരഞ്ഞിട്ട് പോകുമായിരുന്നു. നമ്മൾ MLA അടുത്തും പറഞ്ഞു, MP-യുടെ അടുത്തും പറഞ്ഞു, ഫിഷറീസ് മിനിസ്റ്ററുടെ അടുത്തും പറഞ്ഞു, എല്ലാവരുടെ അടുത്തും പറഞ്ഞു, പരാതിയുടെ മേൽ പരാതി കൊടുത്തു. പക്ഷേ യാതൊരു മറുപടിയും അവരുടെ ഭാഗത്തുനിന്നില്ല. അത് കഴിഞ്ഞാല് ഈ മത്സ്യത്തൊഴിലാളി കുടുംബങ്ങൾ, ഇത്രയും പേര് മരിച്ചവര്, അവരുടെ മക്കളുടെ പഠനത്തിന് അല്ലെങ്കിൽ ആ മക്കളുടെ ഈ ജീവിത തുടർച്ചയായിട്ട് എന്തെങ്കിലും സഹായം ചെയ്യുന്നുണ്ടോ? ഇല്ല. അല്ലെങ്കിൽ അവർക്കുള്ള എക്സ്ഗ്രാസിയ പണം ഉടനെ തന്നെ കൊടുക്കുന്ന ഒരു പ്രവണതയുണ്ടോ? അതും ഇല്ല. അപ്പൊ സർക്കാരിന്റെ ഭാഗത്ത് ഒരു അനാസ്ഥ ഇപ്പോഴും ഈ പാവപ്പെട്ടവനോട് കാണിച്ചു വരികയാണ്. ഈ ഇന്നത്തെ ഭരണകൂടം പാവപ്പെട്ടവന്റെ കക്ഷിയാണ്. പാവപ്പെട്ടവനെ സംരക്ഷിക്കണം എന്നുള്ള ലക്ഷ്യമുണ്ട് അവർക്ക്. ഒരു ഒബ്ജക്റ്റീവാണ് അവരുടെ ഭരണത്തിന്. അവിടെ ഈ പാർട്ടിയുടെ ഒരു അടിസ്ഥാനം പാവപ്പെട്ടവന്, അല്ലെങ്കിൽ ജോർജ് ഓർവെൽ എഴുതിയ അനിമൽ ഫാം എന്ന് പറയുന്ന നോവൽ പോലെയാണ് അവരുടെ ജീവിതം. ഇപ്പോ ആ നോവൽ ജീവിതമാണ് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അത് ശരിയല്ലല്ലോ. പക്ഷെ അവരുടെ മാനിഫെസ്റ്റോ വേറെയാണ്. ദരിദ്രരുടെ പക്ഷം നിൽക്കുക എന്നുള്ളതാണ്. അതും മറന്നിട്ട് ഈ ക്യാപിറ്റലിസം തങ്ങളെ തന്നെ അടിയറ വെച്ചിട്ട് നിൽക്കുന്ന ഒരു പാർട്ടിയായിട്ട് മാറി, ഒരു ഭരണകൂടമായിട്ട് മാറി. അപ്പൊ പാവപ്പെട്ടവന് എന്തും ചെയ്യുക, എങ്ങനെയും അവരെ കൊണ്ടുപോവുക എന്നുള്ള ഒരു പ്രവണത ഈ പാവപ്പെട്ടവന് ഒന്നുചേർന്നാൽ ശക്തമായിട്ട് തിരിച്ചടിക്കും എന്നുള്ളത് അവർക്ക് ബോധ്യമായി. ഞങ്ങൾ അടിക്കാനല്ല, ഞങ്ങൾ അങ്ങനെ പോകുന്ന ആളുകളല്ല. നീതിക്ക് വേണ്ടി ഞങ്ങൾ പൊരുതും. ഈ പാവപ്പെട്ട ആളുകൾക്ക് വേണ്ടി കിട്ടാനുള്ള അവരുടെ ന്യായം, അവരുടെ നീതി, അത് നടപ്പിലാക്കുവാൻ ഞങ്ങൾ അവസാനം അവരെ പൊരുതും. ഇതാണ് പറയാനുള്ളത്. ഓക്കെ ഫാദർ.
നിഷ്ക്രിയമായ ഗവൺമെന്റിന്റെ വളരെ നിഷ്ക്രിയമായ ഇടപെടലുകൾ, ഗവൺമെന്റിന്റെ പാവപ്പെട്ട മനുഷ്യരോടുള്ള ക്രൂരമായ ഇടപെടലുകൾ, വികസനത്തിന് വേണ്ടി സ്ഥലം കൊടുക്കാൻ ആളുകൾ തയ്യാറാകുന്നു, പക്ഷേ ആ സ്ഥലം കൊടുക്കുന്ന മനുഷ്യരെ ചവിട്ടിയരയ്ക്കുന്ന കാഴ്ചകൾ. ഈ കാഴ്ചകൾ കണ്ടുകൊണ്ടിരിക്കാൻ കേരളത്തിലെ വിദ്യാസമ്പന്നരായ മനുഷ്യർക്ക് എത്രത്തോളം കഴിയും എന്നതിന്റെ പ്രതികരണമായിരുന്നു ഒരുപക്ഷെ കഴിഞ്ഞുപോയ ഇലക്ഷനിൽ നമ്മൾ കണ്ടത്. അപ്പോൾ വളരെ ശോചനീയമായ അവസ്ഥയാണ്, വളരെ ദാരുണമായ അവസ്ഥകളാണ് ഇത്. ഒരു 80ഓളം മനുഷ്യർ മരിച്ചിട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണങ്ങളുമില്ലാതെ, യാതൊരു തരത്തിലുള്ള ക്രമീകരണങ്ങളും അവിടെ സജ്ജീകരിക്കാതെ ഒരു ഗവൺമെന്റ് നിഷ്ക്രിയമായി നോക്കിയിരിക്കുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരുപക്ഷെ ജനാധിപത്യ വ്യവസ്ഥിതിയുടെ വളരെ വലിയ അധപ്പതനമാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. നന്ദി. ചർച്ചയിൽ പങ്കെടുത്ത 4 പേർക്കും നന്ദി.